السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فقالوا ربنا أمتنا اثنتين وأحييتنا اثنتين فاعترفنا بذنوبنا فهل إلى خروج من سبيل. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സദാസമയവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന, നാളെ നമ്മുടെ രഹസ്യ പരസ്യങ്ങളെ വിചാരണ ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മതപ്രഭാഷണ പരിപാടിയുടെ സമാപന ദിവസത്തിൽ തന്നെയുള്ള ആദ്യ പ്രഭാഷണം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചാണ് എനിക്കിവിടെ സംസാരിക്കുവാനുള്ളത്. ഇനി അവശേഷിക്കുന്ന വളരെ ദീർഘിച്ച സമയം നമുക്കിവിടെ പ്രഭാഷണത്തിനുണ്ട്. ഇതിനു ശേഷമാണ് നമ്മുടെ നമസ്കാരം ജമാഅത്തായി നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു മനസ്സോടുകൂടെ നിങ്ങൾ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കുന്ന ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾക്ക് സമാധാനവും മനസ്സിന് തൃപ്തിയുമാകുന്ന ഒട്ടനവധി മറുപടികളാണ് പരലോകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ, വചനങ്ങൾ, ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ നാം തന്നെ നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചു പോയ പല സന്ദർഭങ്ങളുമുണ്ട്. ജീവിതത്തിന്റെ പരിപൂർണത അതിനെ പൂർത്തിയാക്കാൻ കഴിയാതെ അപൂർണമായ ജീവിത സമാപനങ്ങൾ നമ്മുടെ മനസ്സിനെ, പല ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടെ മരണതുല്യമായ ഒരു വേദന സഹിച്ചാലും എൻ്റെ ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഓമനത്വവും വാത്സല്യവും കാണാൻ കാത്തിരിക്കുന്ന ഒരു മാതാവ് ഒരു 2 വർഷം ആ കുഞ്ഞിന് മുല കൊടുക്കാനുള്ള സമയം പോലും ലഭിക്കാതെ ഈ ജീവിതത്തിൽ നിന്ന് എന്തുകൊണ്ട് വിരമിച്ചു? നമുക്കറിയാം, മരണത്തിന്റെ സമ്പൂർണമായ നിയന്ത്രണം ആത്മാവ് തന്ന നാഥന്റെ കൈക്കൽ തന്നെയാണ്. വിശുദ്ധ ഖുർആനിന്റെ 114 സൂറത്തുകളിൽ 113 സൂറത്തുകളുടെയും സമാരംഭം അള്ളാഹുവിന്റെ അളവറ്റ ദയയെ, അള്ളാഹുവിന്റെ പരമമായ കാരുണ്യത്തെ അറിയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ജീവിതത്തിൽ അതിന്റെ ഏറ്റവും വലിയൊരു ദൗത്യം നിർവഹിക്കുവാൻ ഒരു കുഞ്ഞിനു ജന്മം നൽകി അതിനെ മുലയൂട്ടുവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മാതാവിനെ തിരിച്ചു വിളിച്ചതെന്തിന്? പലപ്പോഴും
പല വിവാഹത്തിന്റെയും നിക്കാഹിന്റെയും സദസ്സുകളിൽ നാം കണ്ടു. വളർത്തിക്കൊണ്ടുവന്ന ആ പിതാവിന്റെ കൈകളാൽ വിവാഹം നടത്തിക്കൊടുക്കാൻ പറ്റാതെ അടുത്ത ബന്ധുക്കളും രക്തബന്ധുക്കളും വിവാഹം നടത്തിക്കൊടുക്കുന്ന വലിയുകളായി വരുന്ന രംഗപ്രവേശനം നാം കണ്ടു. അവിടെ 19 വയസ്സായ 20 വയസ്സായ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നൊരു സമയം വരെ കാത്തു നിൽക്കാൻ എന്തുകൊണ്ട് ആ പിതാവിന് അനുവാദം നൽകിയില്ല? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇവിടെ നാം തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. നാം എന്തിനു വന്നു എന്ന്. ഈ ഭൂമിയിൽ സർവ്വവിധ സംവിധാനങ്ങളോടും കൂടെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എന്തിനു വന്നു? വൽ അർള വലഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹതും വന്നഖ്ലു ദാത്തുൽ അക്മാം. മനോഹരമായ ഈ ഭൂമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞിരുന്നു. എത്ര ഒരു വിരുന്നുകാരന് വിരുന്നൊരുക്കിയതിനേക്കാളും സമൃദ്ധമായ രുചികരമായ സംവിധാനങ്ങളും ഭക്ഷണങ്ങളും പഴങ്ങളുമാണ് മനുഷ്യന് വേണ്ടി, സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹു ഈ ഭൂമിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ മഹത്തായ അനുഗ്രഹങ്ങളിലേക്ക് പിറന്നു വീണ, ഇതെല്ലാം നമുക്ക് വേണ്ടി സംവിധാനിച്ച ഈ മഹാസുഖ സൗകര്യങ്ങളിലേക്ക് വന്ന നമുക്ക് സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഘട്ടം ഘട്ടമായ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സമയം അനുവദിക്കാത്തത് എന്തി? ജീവിതത്തിന്റെ നിർണായകമായ ഘട്ടങ്ങളിൽ തിരിച്ചു പോയത് എന്തി? നാളെ വിവാഹത്തിന്റെ സന്തോഷകരമായ ദിനം നടക്കാനിരിക്കുമ്പോൾ തലേന്ന് ഹൃദയാഘാതം മൂലം ആ വിവാഹം നടത്തേണ്ട പിതാവ് ഈ ലോകത്തു നിന്ന് വിരമിച്ചതെന്തേ? ഈ ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴെങ്കിലും സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരുന്നുവല്ലോ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ അപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചുള്ള ചിന്ത, അതിന്റെ യാഥാർത്ഥ്യബോധം നമുക്ക് സമ്പൂർണമായ ചില ജീവിതത്തിലെ ഉത്തരങ്ങൾ നൽകുന്നത് അവിടെയാണ് സഹോദരങ്ങളെ. അതിനല്ല നമ്മൾ വന്നത്. എത്രയോ വിശുദ്ധ ഖുർആനിന്റെ വാചകങ്ങളിൽ അതുണ്ട്. സങ്കീർണമായ ഒരു സൃഷ്ടിപ്പിലൂടെയാണ് ഈ ഭൂമിയിൽ നമ്മൾ വരുന്നത്. ആ സങ്കീർണമായ സൃഷ്ടിപ്പിന് ശേഷം ഈ ജീവനും ആണും പെണ്ണുമായുള്ള ഈ സൃഷ്ടിപ്പും അള്ളാഹു തന്നത് എന്തിനാണ്? അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയുംനാ അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ. വെറുതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? വെറുതെ വിട്ടേക്കുമെന്ന് മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇത്രയും സങ്കീർണമായ ഒരു ജീവിതത്തിലൂടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മനുഷ്യനെ വെറുതെ ഒഴിവാക്കും? ഏതെങ്കിലും സെമിത്തേരിലോ ചുടക്കലക്കളത്തിലോ കൊണ്ടുപോയി ഇട്ടാൽ അവിടുത്തെ മണ്ണിൽ ദ്രവിച്ചു പോയി, അവിടുത്തെ മാംസവും അസ്ഥിയും ദ്രവിച്ചു പോയി അവശേഷിക്കുന്ന ഒരു ശൂന്യതയിൽ വിട്ടേക്കുമോ മനുഷ്യനെ എന്നാണ് പടച്ചോൻ ചോദിക്കുന്നത്. അയഹ്സബുൽ ഇൻസാനു അയ്യുത്രക സുദാ അലം യകുനു തുഫതം മിൻ മനിയുംനാ. സഹോദരങ്ങളെ, ഈ ജീവനിൽ, ഈ മനുഷ്യനിൽ ഏറ്റവും അധികം അവകാശമുള്ളവൻ ആരാണ്? സൃഷ്ടികർത്താവായ പടച്ചോൻ തന്നെയാണ്. ആ അവകാശമാണ് പടച്ചോൻ ഉന്നയിക്കുന്നത്. അലം യകുനു തുഫതം മിൻ മനിയുംനാ. ശ്രവിക്കുന്ന ഒരു ഇന്ദ്രിയത്തിൽ നിന്നുള്ള ഒരു കണമായിരുന്നില്ലേ അവൻ? സഹോദരങ്ങളെ, ശുദ്ധമായ ഒരു കണത്തെ ഒരു ഇത്രയും സങ്കീർണമായ ഒരു മനുഷ്യനാക്കി രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതകരമായ പ്രക്രിയയാണ്. ആ അത്ഭുതകരമായ ഒരു പ്രക്രിയ എനിക്കും നിങ്ങൾക്കും പിന്നിലുണ്ട്. എന്തിനായിരുന്നു അത്? ഇവിടെ വെറുതെ മണ്ണായി ദ്രവിച്ച് അവസാനിച്ച് പോകാനായിരുന്നു എന്നാ ചോദിക്കുന്നത്. ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى. ഈ ലോകത്തേക്കുള്ള വരവിന്റെ സങ്കീർണമായ ഘട്ടങ്ങളെ വിവരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഇത്തരം ഒരു സൃഷ്ടിപ്പ് മനുഷ്യനു നൽകുവാനും ഇത്തരം സങ്കീർണമായ ഘട്ടങ്ങളിലൂടെ മനുഷ്യനെ കൊണ്ടുവരുവാനും സാധിച്ചവൻ അവൻ കഴിവുള്ളവനല്ലയോ മനുഷ്യനെ രണ്ടാമതൊരിക്കൽ തിരിച്ചു കൊണ്ടുവരുവാൻ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗതാ. മനുഷ്യനെ രണ്ടാമത് തിരിച്ചു കൊണ്ടുവരുവാൻ അവന് പറ്റുകയില്ലേന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, ഒരു തിരിച്ചുവരവിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തെ എത്ര വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളും ഞാനും മരിച്ചിട്ടാണ് ഇവിടെ ഒരു മരണം കഴിഞ്ഞ് വരികയാണ്. നമ്മൾ ഒരു മരിച്ച വീട്ടിൽ പങ്കെടുത്തു വരികയല്ല സഹോദരങ്ങളെ, ഒരു മരണത്തിന് വിധേയമായി ഞാനും നിങ്ങളും ജീവിതത്തിൽ. അതാ ഖുർആൻ വേണം. അപ്പോഴൊക്കെ ഒരു വട്ടം മരിച്ചു എന്നാണ്. ഏതാണ് ആ മരണം? മാതാവിന്റെ ഗർഭപാത്രത്തിൽ ആത്മാവ് റൂഹ് വരുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചവരായിരുന്നു. ജീവൻ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടം സഹോദരങ്ങളെ ഇന്നിവിടെ വെച്ചുകൊണ്ട്
ആത്മാവ് നഷ്ടപ്പെട്ട് മലർന്നടിച്ച് മരിച്ചു വീഴുന്ന ഒരു സഹോദരൻ നമ്മുടെ മുമ്പിൽ ഏതുപോലെ കിടക്കുന്നുവോ അതുപോലെ നാം ഗർഭപാത്രത്തിൽ കിടന്നു. ഇതാരാ പറയുന്ന സഹോദരങ്ങളെ? പരലോകത്ത് രണ്ടാമത്തെ മരണവും കഴിഞ്ഞ് പുനരുദ്ധാരണത്തിൽ പരലോകത്ത് വന്ന് കണ്ണുമിഴിച്ചു നിൽക്കുന്നവൻ പറയുന്നു, നാഥാ, നീ ഞങ്ങളെ 2 പ്രാവശ്യം മരിപ്പിച്ചു. ഞങ്ങളെ 2 പ്രാവശ്യം നീ ജീവിപ്പിക്കുകയും ചെയ്തു. ഈ കഴിവുറ്റ 2 ജന്മങ്ങളുടെയും 2 മരണങ്ങളുടെയും ഉടമസ്ഥനെ ജീവിതകാലത്ത് ചെയ്തു പോയ തെറ്റുകൾ മുഴുവനും ഞങ്ങളിതാ അംഗീകരിച്ചേറ്റു പറയുന്നു. ഇനി ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് പോകാൻ 2 ജീവിതം തന്നവനെ, 2 മരണം തന്നവനെ, ഒരു ജീവിതം കൂടെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ തരുമോ? എങ്കിൽ ബോധ്യപ്പെട്ട ഈ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച് ഞങ്ങൾ തിരിച്ചു വരാം. സുഹൃത്തുക്കളെ, ഇപ്പൊ അംഗീകരിക്കുന്നില്ലെങ്കിൽ അപ്പൊ അംഗീകരിക്കും. ഇപ്പൊ നമുക്ക് എന്താണ് അംഗീകരിച്ചാൽ? ഞാൻ പറഞ്ഞു, ഒരു മരണം കഴിഞ്ഞ് ജനിച്ചു എന്ന് നമുക്കിപ്പോൾ ഉറപ്പാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ സഹോദരങ്ങളെ? ജീവിതത്തിൽ ഒരു മരണാനുഭവം കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ ഇനി പരലോകത്ത് വെച്ച് 2ാമത്തെ ഒരു മരണവും 2ാമത്തെ ഒരു ജന്മവും കഴിയുമ്പോൾ മനുഷ്യൻ ചോദിക്കുകയാണ്, ഒരു അവസരം തരൂ. സഹോദരങ്ങളെ, ആ അവസരത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ആ അവസരത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. ഒരു മരണത്തിന് ശേഷം ഒരു പുതിയ ജന്മം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ഒരു മരണം നമ്മളെ കാത്തിരിക്കുന്നു. ആ മരണത്തിന് മുമ്പുള്ള ഇടക്കാല ജീവിതം. സഹോദരങ്ങളെ, യാഥാർത്ഥ്യബോധമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ബോധ്യപ്പെടണം. ജീവിതത്തിൽ മറ്റെന്തും കാണുന്നതിലേറെ എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടേണ്ട ഒരു ജീവിതത്തെ കുറിച്ചാണ്. അത് ബോധ്യപ്പെടുത്താതെ വെറുതെ എന്തെങ്കിലും പടച്ചോൻ പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ബഖറ ഒന്ന് എടുത്തിട്ട് നല്ല മനസ്സാന്നിധ്യത്തോടെ ഒന്ന് വായിച്ചാൽ മതി സഹോദരങ്ങളെ. ശരിക്കും പരലോകം കണ്ടിട്ട് ഇങ്ങനെ വറക്കും. നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾ അടുത്ത് വന്നപ്പോൾ ഞാൻ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്ത് ഇങ്ങനെ വായിച്ചതിന് അർത്ഥം ഇങ്ങനെ അവൾക്ക് പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് അനുഭവമായി പറയുന്നു, ഖുർആൻ പച്ചയായി അതിന്റെ ആശയങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ പഴിഞ്ഞാൽ കണ്ണു വീഴ്ച ഇങ്ങനെ നിൽക്കില്ല. ശരിക്കും ഇങ്ങനെ കബർന്ന് എഴുന്നേറ്റ് വന്നവന് ബോധ്യപ്പെട്ടതിനേക്കാളും കൃത്യതയോടുകൂടെ പരലോകം ബോധ്യപ്പെടുത്തുന്ന ആയത്തുകളാണ് പടച്ചോൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അള്ളാഹ്ക്ക് കഴിയാത്ത എന്താ? ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് അതൊക്കെ പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ. നമ്മളും അങ്ങനെ നോക്കും. ലോകത്ത് ഇന്നേ വരെ കാണാത്തൊരു അത്ഭുത കാഴ്ച നോക്കി നിൽക്കുന്നവനേക്കാളും കൗതുകത്തോടെ നമ്മൾ ഈ ആയത്തിന്റെ അർത്ഥം കേൾക്കും. പടച്ചോൻ പറയാണ്, തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരു നാട്, മേൽക്കൂരകൾ തലകീഴായി കിടക്കുന്നു, എല്ലാ വസ്തുക്കളും എല്ലാ കെട്ടിടങ്ങളും തകർന്നടിഞ്ഞു കിടക്കും. അപ്പൊ ഒരാൾ അതിലെങ്ങനെ നടന്നു പോകും? ആ നടന്നു പോകുന്നത് ഒരു പ്രവാചകനാണെന്ന് പറയുന്നു, ഒരു പുണ്യപുരുഷനാണെന്ന് പറയുന്നു. ആരാവട്ടെ സഹോദരങ്ങളെ, പ്രവാചകനാണെന്ന് വിചാരിക്കാനാണ് വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനങ്ങൾ നമ്മളെ സഹായിക്കണം. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, അന്നായുഹി ഹാദിഹില്ലാഹു ബഅദ മൗതിക, എങ്ങനെ പടച്ചോൻ മരിച്ചവരെ ജീവിപ്പിക്കാൻ? സഹോദരങ്ങളെ, കാണാത്തൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചെറിയൊരു സംശയം ഞാൻ പറഞ്ഞില്ല. ആ സംശയമാണ് തീരിനോടുകൂടെ നമ്മൾ പുതിയൊരു മനുഷ്യരാണ്. അല്ലാത്തവരോട് എന്ത് പറഞ്ഞൊരു കാര്യം? മരിച്ചിട്ട് 2ാമത് കണ്ണുമിഴിച്ച് വരുന്ന യാഥാർത്ഥ്യം ഹൃദയത്തിൽ തറക്കുമ്പോൾ സഹോദരങ്ങളെ, നാം പുതിയൊരു മനുഷ്യനാവും. നമ്മുടെ ഭാര്യ പുതിയൊരു ഭാര്യയാവും. നമ്മുടെ മക്കൾ പുതിയ മക്കളാവും. ആരുടെ ഹൃദയത്തെയും മാറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആ ഒരു ചോദ്യം. അത് വിശ്വാസികളായ ആളുകളും ചോദിച്ചത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ല സഹോദരങ്ങളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആരാ? സ്വന്തം ഉമ്മ വെക്കുന്ന സ്വന്തം മകന്റെ ആ നെറ്റിത്തടം ചെരിച്ചു കിടത്തിയിട്ട് കത്തി വെക്കുമ്പോൾ എന്ത് യാഥാർത്ഥ്യബോധത്തിലാ കത്തി വെച്ചത്? പടച്ചോൻ പറഞ്ഞതാണ് ചെയ്താൽ തന്റെ മകനോടൊപ്പം താൻ അടുത്തൊരു ലോകത്ത് ചെന്നു ചേരും എന്ന വിശ്വാസത്തോടു കൂടെയാണ് ആ കാര്യം ചെയ്യുന്നത്. സഹോദരങ്ങളെ, യാഥാർത്ഥ്യബോധം. എന്നിട്ട് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കാണ് പടച്ചോനോട്, കൈഫ തുഹീൽ മൗതാ, മരിച്ചോലെ എങ്ങനെ ജീവിപ്പിക്കാൻ? അപ്പൊ അള്ളാഹു ചോദിക്കുന്നത്, ഇബ്രാഹിം അവലം തുഅ്മിൻ, നിനക്ക് വിശ്വാസമില്ലേ ഇബ്രാഹിമേ മരിച്ചവർ ജീവിച്ചു തിരിച്ചു വരുമെന്ന്? ബലാ നാദാ, എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തിന് അതൊന്നും ഉറപ്പാകാൻ എനിക്കൊരവസരം ഉണ്ടാക്കി തരണം. സഹോദരങ്ങളെ, അള്ളാഹ് കാണിച്ചു കൊടുത്തു, അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുത്തു. ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോഴേ ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത, മനസ്സിൽ വിശ്വാസത്തിന് പാകമാകാത്തവർക്ക് അർത്ഥം വെച്ചപ്പോ തെറ്റി.
കാരണം അതിന്റെ കൃത്യം അർത്ഥം പറഞ്ഞപ്പോ അവർക്ക് തന്നെ സംശയം അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്താ, 4 പക്ഷികളെ പിടിച്ചിട്ട് അവയുടെ മുഴുവനും അറുത്തിട്ട് കഷ്ണങ്ങളെ മിക്സ് ചെയ്തിട്ടേ ഒന്നിച്ച് ചേർത്തിട്ട് ഓരോ പക്ഷിന്റെയും സെപ്പറേറ്റ് അല്ല, എന്നിട്ട് അതിനെ കൊണ്ടുപോയിട്ട് മലയിൽ വെക്കാൻ അവിടെ. സഹോദരങ്ങളെ, പഴങ്കഥയില്ല, കെട്ടുകഥയില്ല. സൂറത്തുൽ ബഖറയുടെ പരിഭാഷ പോയി വായിച്ച നിങ്ങൾക്ക് ഇന്ന് കാണാം. എന്നിട്ടോ സുർഹുന്ന ഇലൈക്, എന്നിട്ട് ആ പക്ഷികളെ തിരിച്ചു വിളിക്കാൻ വേണ്ടി പറഞ്ഞു. 4 പക്ഷിയും 4 പക്ഷികളായി പറന്നു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ കാണുന്നു. അതിന്റെ തൊട്ട് മേലത്തെയോ താഴത്തെയോ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. അയാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചോദിച്ചു, പടച്ചോനെ എങ്ങനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ? പടച്ചോ 100 കൊല്ലം അയാളെ മരിച്ചന് കിടത്തി. 100 കൊല്ലം മരിച്ചു കിടന്നു. 100 കൊല്ലം അയാൾ മരിച്ചു കിടന്നു. 100 കൊല്ലം മരിച്ചു കിടന്നിട്ട് അള്ളാഹു 100 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കം ലബിസ്ത് ഖാല ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, എത്ര ദിവസമാണ് നീ കഴിച്ചു കൂട്ടിയത്? ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ 1.5 ദിവസമോ. സഹോദരങ്ങളെ, സംശയിക്കേണ്ട, കോടിക്കണക്കിന് കൊല്ലം ഈ ഭൂമിക്ക് ഇനി ആയുസ് ഉണ്ടെങ്കിലും ഞാനും നിങ്ങളും ഈ തിരൂരങ്ങാടിയിലെ പള്ളി മക്കാമിൽ ഒരുപക്ഷെ അത് മക്കാമ് മക്ബറയല്ലാതെ ആയിത്തീർന്ന ശ്മശാനമല്ലാതായി തീർന്നൊരവസ്ഥയിൽ അവിടെ പടുകൂറ്റൻ ഫ്ളാറ്റുകൾ ഉയർന്നു പൊന്തിയാലും കോടിക്കണക്കിന് വർഷം കഴിഞ്ഞാലും കണ്ണു തിരുമ്പി വരുമ്പോ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാനെങ്ങള്? ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ആരെ വിളിച്ചു ചോദിക്കും. ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞ ഒരു മയക്കത്തിന് ശേഷം വിളിച്ചുണർത്തുന്ന പോലെ സഹോദരങ്ങളെ ആരാ വിളിച്ചു ചോദിക്കുന്നതാണ്. അതയാളോട് ചോദിച്ചേ, എത്ര കാലം കടന്നു? 100 കൊല്ലം പടച്ച ഉറക്കിക്കിടന്ന് പറഞ്ഞു, ഞാൻ 1 ദിവസം 1.5 ദിവസം. പടച്ചോൻ പറഞ്ഞു കൊടുക്കാണ് 100 കൊല്ലം. 100 കൊല്ലം മരിച്ചു, പിന്നെ 100 കൊല്ലം കിടന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു കൊടുക്കാണ് അദ്ദേഹത്തോട്. സഹോദരങ്ങൾ, അതൊക്കെ നമ്മൾ ശരിക്കൊന്ന് വായിക്കണം. പടച്ചോൻ കാണിച്ചു കൊടുക്കാണ്, 100 കൊല്ലം മുമ്പ് നീ കൂടെ വന്നപ്പോൾ കൊണ്ടുവന്ന ഭക്ഷണം ഉണ്ടല്ലോ നിന്റെ കൂടെ, നോക്കാം. ലം യതസന്ന, ഒരു മാറ്റവും പറ്റിയില്ല സഹോദരൻ. 100 കൊല്ലം ആ ഭക്ഷണത്തിനൊരു മാറ്റമല്ല, ഒരു പഴക്കമില്ല, ദുർഗന്ധമില്ല, ഒന്നുമില്ല. എന്നാൽ അതേ സമയം താൻ സവാരി ചെയ്തു വന്ന കഴുതയെ നോക്കാൻ പറയുന്നു. പന്നുറു ഇലാഹിമാരിക്ക, നിന്റെ കവിതയിലേക്ക് നീ നോക്ക്. സഹോദരങ്ങളെ, 100 വർഷം കൊണ്ട് ഒരു ജീവി മണ്ണിൽ ചത്തുകിടന്നാൽ അതിനെന്തു സംഭവിക്കുമോ അതെല്ലാം ആ കഴുതക്ക് സംഭവിച്ചിരിക്കുന്നു. ആ കഴുതക്കെല്ലാം സംഭവിച്ചിരിക്കുന്നു. അത് അസ്ഥികൂടമായിരിക്കുന്നു, ദുരുമ്പിയിരിക്കുന്നു. എന്നിട്ട് പടച്ചോൻ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു, ആ കഴുതയിലേക്ക് സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് ഈ ആ എല്ലുകൾ കൂടി യോജിക്കുന്നത്, എങ്ങനെയാണ് ആ കഴുതക്ക് മാംസം പൊതിയുന്നത് നോക്കുന്നത്. സഹോദരങ്ങൾ, അയാളിങ്ങനെ കാണുകയാണ്, എല്ലിന്റെ മേലെ മാംസം വന്ന് തന്റെ കഴുതയായി വരുന്നത് ഇങ്ങനെ നോക്കണം. കണ്ടു നിന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ അറിയോ? ഫലമ്മാ തബയ്യന ലഹു ഖാല അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഫലമ്മാ തബയ്യന ലഹു, അദ്ദേഹത്തിന് ആ സംഗതി വ്യക്തമായപ്പോൾ, മരിച്ചവർ ജീവിച്ചു വരുന്ന കാഴ്ച, തന്റെ കഴുതയുടെ എല്ലുകൾ ചേർന്ന് അതിന്റെ പുറത്ത് മാംസം പൊതിഞ്ഞ് കഴുത ജീവനോടെ എഴുന്നേറ്റു നിൽക്കുന്നതു കണ്ണിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് നോക്കൂ, അഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാൻ മനസ്സിലാക്കുന്നു, എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. സഹോദരങ്ങളെ, വെറുതെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. 100 കണക്കിന് തെളിവ് പറഞ്ഞിട്ടാണ് മരണാനന്തര ജീവിതത്തെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. സഹോദര, ഒരു സംശയവും വേണ്ട. ഇന്നത്തെ രാത്രിയിലെ ഉറക്കം മരണമായി പരിണമിച്ചാൽ, ഇന്നത്തെ രാത്രിക്കത്തെ ഉറക്കം മരണമായി പരിണമിച്ചാൽ, സഹോദരങ്ങളെ, ഉറക്കത്തിൽ മരിക്കാൻ വേറെ ഒരു പ്രക്രിയ ആവശ്യമില്ല. കാരണം തരും, ഉറങ്ങുമ്പോൾ തന്നെ ആത്മാവ് അള്ളാന്റെ കയ്യിലാണെന്ന്. ഉറങ്ങണ സമയത്ത് റൂഹ് അള്ളാന്റെ കയ്യിലാണ്. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു, മരിക്കാത്തവന്റെ ആത്മാവിനെ ഉറക്കത്തിലാണ് പിടിക്കുന്നത്.
രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തൻ മരിക്കണമെന്നാണു തീരുമാനമെങ്കിൽ അവന്റെ മേൽ മരണത്തെ തീരുമാനിച്ചാൽ ആ ആത്മാവിനെ ഉറക്കത്തിൽ പിടിച്ച ആത്മാവിന് അവിടെ വെക്കും. എന്നാൽ അവൻ രാവിലെ ഉണർന്നെഴുന്നേറ്റ് ഇനിയും കുറച്ചു കാലവും കൂടെ അവന് അവധി ബാക്കിയുണ്ടെങ്കിൽ, മരണത്തിന് കുറിക്കപ്പെട്ട സമയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ, നിശ്ചിതമായ അവധി വരെ ആ ആത്മാവിനെ അവന് വിട്ടുകൊടുക്കും. സഹോദരങ്ങളെ, ആ ഉറക്കം ഇനി ദീർഘമായൊരു ഉറക്കമായി പരിണമിക്കും. അത് കബർന്ന് കണ്ണു തിരുമ്പി ആര് വിളിച്ചു എന്ന് ചോദിച്ച് എഴുന്നേൽക്കും. സഹോദരങ്ങളെ, എത്ര ലളിതമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കാണാൻ സഹോദരങ്ങൾ അല്പം ശ്രദ്ധയോടെ നിന്നാൽ മതി. ഞാനിത് ഈ പറയാൻ പറ്റുമെന്ന് എനിക്കല്ല, പക്ഷേ എങ്കിലും നമുക്ക് ബോധ്യപ്പെട്ടത് സഹോദരങ്ങളെ നിങ്ങളുടെ ആലോചനയ്ക്ക് വേണ്ടി പറയാണ്. ഒരു വീട്ടിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മരിച്ചൊരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ, ആ മരിച്ച മയ്യത്ത് വീട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അവിടെ വലിയ തൊഴുത്തുണ്ട്. അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ടാവുള്ളൂ, വലിയ തൊഴുത്തുണ്ട്. ആ തൊഴുത്തിൽ നിൽക്കുന്ന 4 കാലി മൃഗങ്ങൾ അലറി വിളിക്കുന്നു, 2 കണ്ണും തുറിച്ച് ചെവി കൂർപ്പിച്ച് പിടിച്ച് നിൽക്കുന്നു. എന്റെ മനസ്സൊക്കെ ഒരു ഹദീസാണ് വന്നത്, ബന്ധപ്പെടുത്താന്നാ എനിക്ക് തോന്നുന്നത്. ഇതാ വലഅത്തിൽ ജനാസത്ത്, ആ മയ്യത്ത് ഇങ്ങനെ എടുത്ത് വെക്കപ്പെട്ടാൽ ഫഹ്തമലഹ റിജാലു അലാ അഅനാഖിഹിം, ആളുകൾ ആ ശവമഞ്ചം തോളിലേറ്റി ഇങ്ങനെ പോകാൻ തുടങ്ങുമ്പോൾ ഫഇൻ കാനതു സ്വാലിഹത്തൻ ഖാലത്ത്, നല്ല മനുഷ്യനാണെങ്കിൽ ആ മയ്യത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഖദ്ദിമൂനി, എന്നെ പെട്ടെന്ന് കൊണ്ടുപോകൂ, പെട്ടെന്ന് കൊണ്ടുപോകൂ എന്ന് മയ്യത്ത് പറയും സഹോദരങ്ങളെ, മയ്യത്ത് പറയും. മരിച്ചു കിടക്കുന്നവന്റെ വായിൽ നിന്ന് സംസാരം, അയാളുടെ കണ്ണുകൾ കാണുമോ, അവിടെയാണ് പ്രസക്തമായ ചോദ്യം. അതുകൊണ്ടാണ് പല ആളുകൾക്കും വിശ്വസിക്കാൻ പറ്റാതായത്. എന്തെങ്കിലും ഖബറിൽ ശിക്ഷ ബോധ്യപ്പെടാത്ത കുറെ മഹാത്മാക്കളും പുണ്യാത്മാക്കളും. പിന്നെ കേരള മുസ്ലിങ്ങൾക്ക് ഖുർആനിന്റെ സമ്പൂർണമായ പരിഭാഷ എഴുതി കൊടുത്തൊരു മഹാപണ്ഡിതനാണ്, പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം സൂറത്തുൽ ഫാത്തിഹ മുതൽ അവസാനം സൂറത്തുൽ നാസ് വരെയുള്ള കാര്യം ജനങ്ങൾക്ക് പരിഭാഷപ്പെടുത്തി കൊടുത്തു. ഇന്നും പരിഭാഷ കോഴിക്കോട് ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ പറ്റും. പക്ഷെ സഹോദരങ്ങളെ, മരിക്കണ സമയത്ത് അദ്ദേഹം വസീയത്ത് ചെയ്തു ജനങ്ങളോടും തരും, ഇന്നെ കൊണ്ടുപോയി ഖബറിൽ വെച്ചാൽ അവിടെ നിങ്ങൾ തസ്ബീത്ത് ചെല്ലരുത്, തസ്ബീത്ത് നിങ്ങൾ ചെല്ലരുത്. അപ്പൊ എന്തേ സഹോദരങ്ങളെ, മരണസമയത്തൊക്കെ ഒരു വസീയത്ത് പറയാ ആത്മാർത്ഥമായിട്ടല്ലേ പറയുള്ളൂ അല്ലെ, മരണസമയത്തൊരു വസീയത്ത്. അപ്പൊ എന്താ അദ്ദേഹത്തിന് ഖബറിൽ ശിക്ഷ ഇല്ലാന്ന് അയാൾ വിശ്വസിക്കണം. അപ്പൊ ഖുർആനിലെ ആയത്ത് പരിചയപ്പെടുത്തിയിട്ട് എന്തേ അയാൾക്ക് മനസ്സിലാകാതെ പോയി? ഇമാം ബുഖാരിയുടെ സഹീഹ് മുഴുവനും പരിഭാഷപ്പെടുത്തിയിട്ട് അയാൾക്ക് എന്തേ മനസ്സിലാകാതെ പോയി? സഹോദരങ്ങളെ, പരലോകം ബോധ്യപ്പെടുന്നത് അള്ളാഹു തരുന്ന ഒരു തൗഫീഖാണ്. അത് കിട്ടിയില്ലെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടാവൂല, അത് ബോധ്യപ്പെടണമെങ്കിൽ. സഹോദരങ്ങളെ, എന്താ വിശ്വസിക്കാൻ പ്രയാസം? ഉറക്കത്തെ പോലെ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ വിശ്വസിക്കാൻ പ്രയാസം? അപ്പോ ശരീരത്തിന് ആത്മാവിന് മാത്രമാണോ ഖബർ ശിക്ഷ? പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയും ആത്മാവിനാണെന്ന് പറയാം, പക്ഷെ ശരീരത്തോടൊപ്പം അല്ലാതെ അനുഭവിക്കാൻ പറ്റൂ. സഹോദരങ്ങളെ, ഇന്നു രാത്രി ഞാൻ എന്റെ കിടപ്പറയിൽ കിടന്നാൽ, എന്റെ കിടക്കയിൽ കിടന്നാൽ അവിടെ നിന്ന് നല്ലൊരു സ്വപ്നം കണ്ട് ഞാൻ ആ സ്വപ്നവുമായി ഞാൻ ഏതെങ്കിലും പുറത്തേക്കില്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലേക്കോ രാജ്യത്തിലേക്കോ സ്ഥലത്തേക്കോ ഞാൻ പോയി കഴിഞ്ഞാൽ ആ പോകാൻ കട്ടിലിന്റെ കിടക്കയിൽ കിടക്കുന്ന കാലെനിക്ക് കിട്ടൂലല്ലോ. ഞാൻ സൗദി അറേബ്യക്കാ പോയത് ഉറക്കത്തിൽ ഇരാവ് കണ്ടു. സഹോദരങ്ങളെ, ആ സൗദി അറേബ്യയിൽ നിൽക്കുമ്പോൾ ഞാൻ നിൽക്കുന്നത് എന്റെ കിടക്കയിൽ കിടക്കുന്ന കാലുകൊണ്ടാണ്. ആണോ? ആ കിടക്കയിൽ കിടക്കുന്ന ഞാനാണോ നിൽക്കുന്നത്? അല്ലല്ലോ. പിന്നെ എനിക്ക് ഇവിടുന്ന അനുഭവം. അപ്പോൾ എനിക്ക് ആ സ്വപ്നത്തിൽ ഞാൻ ശരീരമില്ലാത്ത ഒരുത്തനായി തോന്നിയോ? എനിക്ക് ശരീരമില്ലാത്ത ഒരുത്തനായിട്ട് തോന്നിയോ? എനിക്ക് ആ സ്വപ്നത്തിൽ തോന്നിയില്ലല്ലോ. സഹോദരങ്ങളെ, എത്ര ലളിതമാണ് ഉത്തരം അല്ലെ? അപ്പൊ ഇങ്ങനെ കബറടങ്ങുമ്പോൾ വാരിയെല്ലുകൾ കോർക്കുന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു പ്രശ്നവും വേണ്ട. സഹോദരങ്ങളെ, മരിക്കാൻ തുടങ്ങുന്നതോട് കൂടെ തന്നെ വേറെ ലോകത്തെത്തി. മരിക്കാൻ തുടങ്ങുമ്പോൾ ഈ ലോകത്ത് നല്ല പുതിയ ലോകത്തേക്ക് പോകും. പോയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയങ്ങള്? മരിക്കുന്നവനെ അടിക്കുന്നവരാണെന്ന് മലക്കുകൾ. സഹോദരങ്ങളെ, കണ്ടില്ലല്ലോ ഞാനും നിങ്ങളും. മുഖത്തും മുതുകത്തും അടിക്കുമെന്നാണ്. എവിടെയെങ്കിലും സഹോദരങ്ങളെ, ലോകത്ത് ഇന്നേ വരെ എവിടെയെങ്കിലും ഏതെങ്കിലും ICUവിലോ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ വീട്ടിൽ മരണത്തിന്റെ കട്ടിലിലോ അങ്ങനെ ഒരു ശബ്ദം ആരെങ്കിലും കേട്ടോ? അപ്പൊ എന്തേ സഹോദരങ്ങളെ, അത് പരലോകത്താ നടക്കണം. അത് പരലോകത്താ നടക്കണം. ആത്മാവ് വന്ന് മലക്ക് ആത്മാവിനെ സ്വീകരിക്കാൻ വരുന്നത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പരലോകത്താണ് അത് അനുഭവിക്കുന്നത്. അള്ളാഹ് പറഞ്ഞതാണ്,
ഖുൽ യതവഫാകും മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. കുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, യതവഫാകും നിങ്ങളെ പൂർണ്ണമായി ഏറ്റെടുക്കും, മലക്കുൽ മൗത്തില്ലദീ വുക്കില ബിക്കും നിങ്ങളെ ആത്മാവിനെ പിടിക്കുവാൻ ചുമതലപ്പെടുത്തിയ മലക്ക് വന്ന് നിങ്ങളുടെ ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കും. സഹോദരങ്ങളെ, മലക്കിനെ കാണാൻ ഭൗതിക ജീവിതത്തിന്റെ ഈ കണ്ണുകൾക്ക് പറ്റില്ല. മലക്കിനോട് സംവദിക്കാൻ ഈ ഭൗതികമായ ഈ കാഴ്ചകളെ കൊണ്ടോ ഈ ഭൗതികമായ അവസ്ഥ കൊണ്ടോ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് മലക്ക് വരുന്നതും മലക്ക് സംസാരിക്കുന്നതും മലക്കാത്മാവിനെ പിടിക്കുന്നതും പരലോകത്തിന്റെ ആരംഭഘട്ടങ്ങളാണ്. സഹോദരങ്ങളെ, അവിടെയാണ് ഖബറിന്റെ ശിക്ഷ. അവിടുന്ന് ആ സ്വർഗത്തിന്റെ വാതിൽ കാണിച്ചു കൊടുക്കുന്നത്. അവിടെയാണ് മലക്ക് വന്ന് നമ്മളെ ചോദ്യം ചെയ്യുന്നത്. മനസ്സിലാക്കാൻ പ്രയാസം വേണ്ടാന്ന്. അപ്പോഴേ ജനാസയിൽ കൊണ്ടുപോകുന്ന ആള് പറയാണ്, കദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകുന്നു. കേട്ടില്ലല്ലോ സഹോദരങ്ങളെ. ഇനി ആ ജനാസയിൽ കിടക്കുന്ന മയ്യത്ത് നല്ലൊരുത്തന്റേതല്ല എങ്കിൽ കാലത്ത് അത് പറഞ്ഞുകൊണ്ടിരിക്കും. അഖിലിക, ആ ജനാസ ചുമന്നു പോകുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, ഐന യദ്ഹബൂന ബിഹാ, എവിടേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ജനാസയെ എന്നവർ ചോദിക്കും. യസ്മഉ സൗതഹാ, നിങ്ങളുടെ ചുമലിൽ കിടക്കുന്ന ശവമഞ്ചത്തിൽ കിടക്കുന്ന ആ മയ്യത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. കുല്ലു ഷൈഇൻ, എല്ലാവരും, ഇല്ലൽ ഇൻസാൻ, മനുഷ്യനല്ലാത്തവരെല്ലാവരും, വലൗ സമിഅൽ ഇൻസാൻ, ആ ജനാസയിൽ കിടക്കുന്നവന്റെ ശബ്ദം മനുഷ്യനെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ ലസ്വഇക, അവൻ അബോധാവസ്ഥയിൽ വീണു പോകുമായിരുന്നു. ഇമാം ബുഖാരിന്റെ ഹദീസാണ് സഹോദരങ്ങളെ. എന്താ നമുക്ക് മനസ്സിലാവാത്തത്? സഹോദര, സംശയിച്ച് നിൽക്കണ്ട. ആ യാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടാത്തവന് കണ്ണ് ചിമ്മാൻ തുടങ്ങുമ്പോൾ, കണ്ണ് തുറിക്കാൻ തുടങ്ങുമ്പോൾ ബോധ്യപ്പെടും. അതുകൊണ്ട് ബോധ്യപ്പെട്ടവരെല്ലാം ആ സമയത്ത് സഹോദരങ്ങളെ നിലവിളിച്ച് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ അത്തരം ഒരു അവസ്ഥയിൽ സ്ത്രീയിൽ ആർക്കെങ്കിലും ഒരു അവസരം കൊടുക്കോ? വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഖുർആൻ എത്ര വ്യക്തമായിട്ട് പറഞ്ഞു, കൊടുത്തോളി വല്ലതും. കൊടുക്കണമെങ്കിൽ കൊടുത്തോളി എന്നാണ്. മരണം വന്നെത്തുന്നതിന് മുമ്പ് കൊടുത്തോളി. മരണം വന്നാൽ മനുഷ്യൻ പറയും, ഇപ്പൊ അസ്വദ്ദഖ്, ഞാൻ കൊടുത്തോളാം. ചെറിയൊരു അവധി തന്നാൽ കൊടുക്കാൻ വേണ്ടി വിചാരിച്ച കുറെ ഉണ്ട്, കൊടുക്കാനെന്നവൻ പറയും. സഹോദരങ്ങളെ, സമയം കിട്ടൂലെന്ന്. അതുകൊണ്ട് എന്തായാലും നമ്മൾ വിശുദ്ധ ഖുർആനിനെ പച്ചയായി ശരിക്ക് പഠിച്ചിട്ട് സഹോദരങ്ങളെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തേണ്ട ഒന്നാമത്തെ യാഥാർത്ഥ്യം എന്താ അറിയുക? പരലോകത്തെ കുറിച്ചാണ്. അത് ബോധ്യപ്പെട്ടാൽ സഹോദരങ്ങളെ ജീവിതത്തിൽ തന്നെ എന്ത് സമാധാനവും ആശ്വാസമാണ്. ഒരു പ്രശ്നവും വേണ്ട. സാധാരണഗതിയിൽ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും, മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും ആത്യന്തികമായി ജനങ്ങളെ പഠിപ്പിക്കുന്നത് വിശ്വാസ കാര്യങ്ങളല്ല. പക്ഷെ സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞോമുദ് വറപ്പൂർ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ആളുകൾക്ക് ഖുർആൻ ഓദ്യം പറഞ്ഞു കൊടുത്തിട്ട ജനങ്ങൾ മാറുന്നു. ആ ഖുർആൻ ഓതി പറയുന്നതിൽ സ്വർഗത്തെയും നരകത്തെയും പരലോകത്തെയും കുറിച്ചുള്ള ആയത്തുകൾ ആളുകളുടെ ഹൃദയങ്ങളെ മാറ്റിയിട്ടുണ്ട്. അത് ജീവിതത്തിൽ നൽകുന്ന ചെറിയ സമാധാനം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ചെന്നാൽ നമ്മുടെ ഭാര്യമാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ എപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അസ്വസ്ഥതകൾ. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വലിയ മുഷിപ്പ് പറയും സഹോദരങ്ങൾ. ഇനിയിപ്പോ ഈ വേദന എന്നാ മാറും, ഇതിപ്പോ ഇനി എനിക്ക് മാറൂല, കാലാകാലം ഞാൻ ഇതന്നെ ഈ കാര്യം, ഇനിയിപ്പോ എനിക്ക് എന്നാ ഒരു സുഖം കിട്ടുക, എന്തൊരു സമാധാനം കിട്ടുക. എന്ത് കൊടുത്താലും സഹോദരങ്ങളെ ജീവിതത്തിനൊരു സംതൃപ്തി കരസ്ഥമാക്കാൻ പറ്റാത്ത എന്താ നിങ്ങൾ? പരലോകം ബോധ്യപ്പെടാനിട്ടാണ്. പരലോകം ബോധ്യപ്പെടാനിട്ടാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഇരിക്കുന്ന ആരെങ്കിലും സഹോദര ഇവിടെ ഏറ്റവും ഇന്നലെ ഇറങ്ങിയ ലോകത്തെ ഏറ്റവും വലിയ വില കൂടിയ കാറ് സ്വന്തം വീടിന്റെ കാർ ഷെഡിൽ നിൽക്കുന്ന ഒരാൾ ഈ കസേരയിൽ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അയാളെയും കൂടെ മുൻനിർത്തി എനിക്ക് പറയാൻ പറ്റും, ലോകത്ത് സഹോദരങ്ങളെ ഒരു കാര്യം കൊണ്ട് ഒരു സംതൃപ്തി ജീവിതത്തിൽ കിട്ടില്ല. എനിക്കിന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് കരസ്ഥമാക്കിയാൽ അത് കിട്ടുന്ന നിമിഷം എനിക്ക് മറ്റൊരു സ്വപ്നം എന്റെ മനസ്സിൽ രൂപപ്പെടും. അതോടുകൂടെ ഞാൻ അസംതൃപ്തനാകും. കിട്ടിയ വീട്ടിൽ സംതൃപ്തി ഉണ്ടോ? കിട്ടിയ ഭാര്യയിൽ സംതൃപ്തി ഉണ്ടോ? കിട്ടിയ ജോലിയിൽ സംതൃപ്തി ഉണ്ടോ? ഒന്നിലും സംതൃപ്തി ഇല്ല. സഹോദരങ്ങളെ, സംതൃപ്തി ഇവിടെ സാധ്യമേ അല്ല. പൂർണ്ണ സംതൃപ്തി
അതുകൊണ്ട് പരലോകത്തെ കുറിച്ച് പറയുമ്പോ തന്നെ പടച്ചോൻ പറഞ്ഞത് എന്താ നിങ്ങള് ഏതൊരുത്തന്റെ തുലാസുകൾ കനം തൂങ്ങിയോ അവന് സംതൃപ്തകരമായ ഒരു ജീവിതമുണ്ടായിരിക്കും. ചില മുഖങ്ങൾ സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് മിനുത്തു തുടുത്തതായിരിക്കും നാളെ പരലോകത്ത്. അവന്റെ അധ്വാനത്തിന്റെ പ്രവർത്തനത്തിന്റെ സംതൃപ്തി കൊണ്ടാണ് അവന്റെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു നിൽക്കുന്നത്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ആ അധ്വാനത്തിന്റെ സംതൃപ്തി പൂർണ്ണമായും ഈശത്തും റാദിയത്തും നാളെ പരലോകത്തെ കിട്ടുള്ളൂ എന്ന് ബോധ്യപ്പെടുമ്പോ എന്താ നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാവുക. ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മറക്കും. ഏതുപോലെയെന്ന് വെച്ചാൽ അള്ളാഹു നാളെ പരലോകത്ത് സ്വർഗവും നരകവും കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. നരകത്തിന്റെ ദുരിത കാഴ്ച കാണുന്ന മനുഷ്യനിൽ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിച്ച ആളോട് വല്ല ബുദ്ധിമുട്ടും ദുനിയാവിൽ അനുഭവിച്ചെന്ന് വെച്ചാൽ നരകം കണ്ട ആൾ എന്താ പറയുക? ഒന്നും അനുഭവിച്ചിട്ടില്ല എന്നാ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഖാനുഗ്രഹങ്ങളിൽ ജീവിച്ച മനുഷ്യൻ സ്വർഗം കാണുമ്പോൾ ജീവിതത്തിൽ വല്ല സുഖവും അനുഭവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയും. സഹോദരങ്ങളെ, അപ്പൊ ആ നരകത്തിന്റെ തീഷ്ണതയും സ്വർഗത്തിന്റെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യബോധം ഹൃദയത്തിലേക്ക് കടക്കുന്നതോടുകൂടി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ ചെറുതാകും, ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ നിയന്ത്രണ വിധേയമാകും. ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കുവാനുള്ള അവസരം നമ്മുടെ ജീവിതത്തിൽ കിട്ടും. പക്ഷെ സഹോദരങ്ങളെ, എന്തുകൊണ്ടോ ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും ബോധ്യപ്പെടാനും നമുക്ക് പറ്റാതെ വന്നിരിക്കുന്നു പല ആളുകൾക്കും. പക്ഷെ നാം തിരിച്ചറിയണം, അത് ബോധ്യപ്പെടുന്നതോടുകൂടെ നമ്മൾ പുതിയൊരു മനുഷ്യനാകും. അല്ലാതെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ ചുറ്റുപാടിൽ ഇന്ന് രക്ഷിതാക്കന്മാർ ഏറ്റവും വലിയ ഭീകര സ്വപ്നമായി അറിയുന്നത് എന്താണ്? ഇന്ന് ജുമാക്ക് ശേഷവും ഒരു രക്ഷിതാവ് എന്നോട് സംസാരിച്ച 5 ആൺകുട്ടികളാണ്. 5 ആൺകുട്ടികൾ. സഹോദരങ്ങളെ, ലോകത്തിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ സംഘടനക്കാരും വിഭാഗീയതയും വ്യത്യാസവും ഇല്ലാതെ അറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞു. എല്ലാവരും അറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അതിൽ രണ്ടാമത്തെ മോനെ പറ്റി അയാൾ പറഞ്ഞത് കംപ്ലൈന്റ് ഞാൻ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ പടച്ചോനെ രക്ഷപ്പെടുത്തുകയാണെന്ന്. എന്ത് ചെയ്തു വെച്ചു? രാത്രി 12 മണിക്ക് വീട്ടിലുള്ള മോട്ടോർ ബൈക്ക് എടുത്തിട്ട് അവൻ പോയിരിക്കണം. എന്തറിയും? കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിന്റെ വീട്ടിക്ക് രാത്രി 12 മണിക്ക് ബൈക്ക് എടുത്ത് പോയിരിക്കുകയാണ്. അയാൾ ആരാ സഹോദരങ്ങളെ? ഈ സദസ്സിലിരിക്കുന്ന നമ്മളെപ്പോലെ മാന്യന്മാരിൽ ഏറ്റവും വലിയ മാന്യൻ. എന്തേ സംഭവിച്ചു? അവിടെ പോയിട്ട് നാട്ടുകാരെ പിടികൂടിയിട്ട് ബൈക്ക് അവർ തീ കൊടുത്ത് കത്തിച്ചു കളഞ്ഞു. ബൈക്ക് കത്തിച്ചു നാട്ടിൽ. ആ ചെക്കൻ എന്ത് സംഭവിക്കും? പക്ഷേ ആ കുട്ടിന്റെ പ്രായം കണ്ടിട്ട് ആർക്കോ ദയ തോന്നിയിട്ട് തൽക്കാലം പിടിച്ചു വെച്ച് നമ്പർ ചോദിച്ചു വാപ്പക്ക് വിളിച്ചു. വിളിച്ചു, കിട്ടിയില്ല. നേരം വെളുത്തിട്ട് വാപ്പ ഉണർന്നു നോക്കുമ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നു, മുറ്റത്ത് ബൈക്ക് കാണാനില്ല. അന്വേഷിച്ച് അവസാനം കണ്ടെത്തിയപ്പോൾ സഹോദരങ്ങളെ പോലീസ് സ്റ്റേഷനിലാണ്. പിറ്റേന്ന് പത്രത്തിൽ ഒരു ചെറിയ ന്യൂസ് വന്നാൽ വാപ്പന്റെ പേരും കൂട്ടിച്ചേർത്താൽ സഹോദരങ്ങളെ, ഒരു 1/2 നൂറ്റാണ്ട് കൊണ്ട് നേടിയ തറവാട്ടിന്റെ മഹിമയും 1/2 നൂറ്റാണ്ട് കൊണ്ട് നേടിയ മാന്യതയും പോകാൻ ആ നിമിഷം മതി. ആർക്കാ തടുക്കാൻ പറ്റുക? സഹോദരങ്ങളെ, ആർക്കാണ് തടുക്കാൻ പറ്റുക? നിയമത്തിനോ അതല്ലെങ്കിൽ ഇവിടെ രൂപപ്പെടുത്തപ്പെട്ട സദാചാര സംഘങ്ങൾക്കോ? ആളുകളെ കണ്ടാൽ നിയമത്തെയും കോടതിയെയും മറികടന്ന് കൈകാര്യം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സദാചാര പോലീസ് ഉണ്ട് നാട്ടിൽ. ഇവർക്കൊക്കെ തടുക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? ഇതാർക്കും തടുക്കാൻ പറ്റൂല. ഇതാർക്കേ തടുക്കാൻ പറ്റുള്ളൂ എന്നറിയങ്ങൾ? ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ അനക്കങ്ങളും ഇളക്കങ്ങളും ബോധ്യപ്പെടുന്ന ഒരു നാളുണ്ട് എന്ന് ബോധ്യപ്പെടും, മനസ്സിലാവും. ഇവിടുന്ന് തന്നെയല്ലേ റിപ്പോർട്ട് പത്രത്തിൽ കണ്ടത്? രാത്രി ഒരു കട കുത്തി തുറന്നവന്റെ വീഡിയോയിൽ പകർത്തപ്പെട്ട രംഗങ്ങൾ പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായി. സഹോദരങ്ങൾ, അത് നോക്കി നിന്നപ്പോ നേരത്തെ ഓതിയ ആയത്തല്ലേ നമ്മളെ മനസ്സിക്ക് വന്നത്. പരലോകത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു നേർക്ക് നേരെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക നമ്മളെ ജീവിതത്തിൽ. ഒരു രാത്രിയിൽ മോഷ്ടിക്കാൻ കയറിയ കടയിലെ രംഗം മാത്രമല്ല സഹോദരങ്ങൾ, ജനിച്ച നാളു മുതൽ മരിക്കുന്ന രംഗം വരെ ഇങ്ങനെ പ്രവർത്തിച്ച മുഴുവൻ കാര്യവും കൺമുന്നിൽ ആസന്നമായി വരുന്നൊരു നാള്. അത് ഹൃദയത്തിൽ കണ്ട സഹോദരങ്ങളെ, ഇരുട്ടിന്റെ മറകളിൽ തിന്മ ചെയ്യാൻ കഴിയുമോ നമുക്ക്? കൂട്ടുകെട്ടിന്റെ ഹരങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും തിന്മയിൽ പെട്ടുപോകൂ? നാവിന്റെ തുമ്പത്തൊരു കളവ് പറയാൻ മനസ്സുറക്കുമോ സഹോദരങ്ങളെ? ഇല്ല.
വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. നമ്മളിൽ നിന്ന് പുറത്തെടുക്കപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ചിത്രങ്ങളും പകർത്തപ്പെട്ട രേഖ സഹോദരാ സുഹൃത്തെ നമ്മുടെ മുമ്പിൽ നിവർത്തി വെച്ചുകൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും പറയും, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. വായിച്ചു നോക്ക് നിന്റെ ഗ്രന്ഥം, നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. സഹോദരങ്ങളെ, അശ്രദ്ധമായി ജീവിച്ചവൻ, തന്റെ തിന്മകൾക്ക് റിക്കാർഡില്ലെന്ന് വിചാരിച്ചവൻ, തന്റെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തില്ലെന്ന് വിചാരിച്ചവൻ അവിടെ വെച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അത്ഭുതത്തോടെ വിസ്മയത്തോടെ പറയുന്ന വാക്കുകളുണ്ട്. മാലിഹാദൽ കിതാബ്, ഇതെന്തു രേഖയാണ്, ഇതെന്തു രേഖയാണ്, ഇതെന്തു റിക്കാർഡാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. ചെറുതുപോലും വിട്ടുപോയില്ലയോ, ചെറുതുപോലും വിട്ടുപോയില്ലല്ലോ, വലുതുപോലും വിട്ടുപോയില്ലല്ലോ. ഇതെന്തൊരു രേഖയാണെന്ന് അവൻ അവിടെ വിലപിച്ചു കൊണ്ടിരിക്കും. തന്റെ തിന്മയുടെ ഖനം കൊണ്ട്, തന്റെ ദുഷിച്ച പ്രവർത്തനങ്ങളെ കൊണ്ട് തന്റെ റിക്കാർഡുകൾ, രേഖകൾ ഇടതു കൈയിൽ കിട്ടുന്നവൻ, ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ. ജീവിതത്തിൽ പ്രവർത്തിച്ചതെല്ലാം ഒരു രേഖയാക്കി എന്റെ കയ്യിൽ തരാതിരുന്നുവെങ്കിൽ, അങ്ങനെ തരുന്ന ഒരു ദിവസത്തിൽ ഇന്നു ഞാൻ വന്നു നിൽക്കുന്ന പോലെ വന്നു നിൽക്കേണ്ടി വരാതിരുന്നുവെങ്കിൽ, യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ, ഇങ്ങനെയുള്ള ഒരു രംഗം ജീവിതത്തിൽ വരാതെ മരണത്തോടുകൂടെ എന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകളും കബറിലൊടുങ്ങിപ്പോയിരുന്നുവെങ്കിൽ, എന്റെ ശരീരം ദ്രവിച്ചു പോയപ്പോൾ, എന്റെ മാംസം മണ്ണോട് ചേർന്നപ്പോൾ, എന്റെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും കർമ്മരേഖകളും അവിടെ അവസാനിച്ചു തീർന്നു പോയിരുന്നുവെങ്കിൽ, യാ ലൈതഹാ കാനത്തിൽ ഖാലിയാ മാ അഗ്നാ അന്നീ മാലിയാ. എനിക്കുള്ള എന്റെ സമ്പത്തുക്കളോ എന്റെ സൗകര്യങ്ങളോ ഈ വിചാരണക്ക് മുന്നിൽ വിധി പറയുന്ന നാളിൽ, അന്തിമ തീർപ്പ് കൽപ്പിക്കുന്ന നാളിൽ, ജീവിതത്തിലെ ഏറ്റവും ദുരന്തത്തിന്റെ നരകത്തിലേക്ക് വിധി പറഞ്ഞ സമയത്ത് എനിക്ക് പ്രയോജനപ്പെടാതെ പോയല്ലോ. ഹലക്കാന്നീ സുൽത്താനിയ, എന്റെ രേഖകളും എന്റെ ഉറപ്പുകളും ഇവിടെ ഞാൻ പ്രയാസപ്പെടില്ലെന്ന് ഞാൻ വിചാരിച്ച എന്റെ വിചാരങ്ങളും എന്റെ ധാരണകളും എന്റെ രേഖകളും എല്ലാം ഇവിടെ പാഴായി പോയിരിക്കുകയാണെന്ന് അവൻ വിചാരിക്കും. സഹോദരങ്ങളെ, പറഞ്ഞു നിൽക്കാൻ അവിടെ സമയം നൽകുന്നില്ല. ഖുദൂഹു ഫഉല്ലൂഹു, അവനെ പിടിച്ചു ബന്ധിക്കൂ, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകൂ. തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാ, 70 മുഴം നീളമുള്ള ചെങ്ങലകളെ കൊണ്ട് ബന്ധിക്കൂ അവനെ, പിടിച്ചു കെട്ടൂ അവനെ, നരകത്തിലേക്ക് കൊണ്ടുപോകൂ അവനെ. ഖുദൂഹു ഫഗുല്ലൂഹു തുമ്മൽ ജഹീമ സല്ലൂഹു തുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂഹു ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം. മഹാനായ അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചിരുന്നില്ല. സഹോദരങ്ങളെ പറ്റി പറയും, ബോധ്യപ്പെടാൻ പ്രയാസമുണ്ട് സഹോദര. ഞാനും നിങ്ങൾ നിൽക്കുന്ന ഈ ഭൂമിന്റെ 13.5 ദശലക്ഷം ഇരട്ടി വലിപ്പമുണ്ട് സൂര്യകോളത്തിന്. സഹോദരങ്ങളെ, ആ സൂര്യന്റെ ഒരു ചിത്രം, വീഡിയോ ചിത്രം കണ്ടാൽ മതി. മൂക്കത്ത് വരെ ചാന്താളിച്ചു നിൽക്കും നമ്മൾ. ലോകത്താദ്യമായി സൂര്യന്റെ വീഡിയോ ചിത്രം പകർത്തിയതിന്റെ കാഴ്ച ചിലപ്പോ സഹോദരങ്ങളെ ആരെങ്കിലൊക്കെ മൊബൈലിൽ ഉണ്ടാവും, ക്ലിപ്പായിട്ട് ഒന്ന് കണ്ടാൽ മതി. കത്തിജ്വലിച്ചു നിൽക്കുന്ന ആ തീഗോളം സാക്ഷി നരകമുണ്ടാകുമെന്നത് വേറെന്ത് തെളിവാ വേണ്ട സഹോദരങ്ങൾ? അത്തർകമാരികൾക്ക് കത്തിജ്വലിക്കുന്ന ഒരു നരകമുണ്ടാവുന്നില്ലെന്ന് വേറെന്തു തെളിവാണ് സഹോദരങ്ങളെ ആവശ്യം? ഒരു തെളിവ് ആവശ്യമില്ല. ജീവനുണ്ടോന്ന് തോന്നും ഖുർആൻ പറയുന്ന നരകത്തിൽ, ജീവനുണ്ടോന്ന് തോന്നും. യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലഅതി ഫതഖൂലു ഹൽ മിൻ മസീദ്.
നരകമേ നിനക്ക് മതിയായോ എന്ന് ചോദിക്കുമ്പോൾ നരകം തിരിച്ചു ചോദിക്കും, വത്തഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ ഇനിയുമുണ്ടോ എന്ന് നരകം ചോദിച്ചു കൊണ്ടിരിക്കും. ഫഅൻദർതുക്കും നാരൻ തലല്ലാ, ജ്വലിച്ചു നിൽക്കുന്ന തീക്കനലായി അടങ്ങിക്കിടക്കുന്നതല്ല, തീജ്വാലകൾ ഉയർന്നു പൊങ്ങുന്ന നരകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിതാ താക്കീത് നൽകുന്നു. കല്ലാ ഇന്നകാലല്ലാ നസ്സാഅൻ ലിശ്ശവാ തദ്ഉ മൻ അദ്ബറ വതവല്ലാ. കല്ലാ ഇന്നകാലല്ലാ, കത്തിജ്വലിക്കുന്നതാണ് ആ നരകം. നസ്സാഅൻ ലിശ്ശവാ, തലയോട്ടികളെ ഊരിത്തെറിപ്പിക്കുന്നതാണ് ആ നരകം. തദ്ഉ മൻ അദ്ബറ വതവല്ലാ, ഈ സത്യത്തിന്റെ സന്ദേശങ്ങളെ നിരാകരിച്ചവരെ, ഈ അള്ളാഹുവിന്റെ വിളിയാളങ്ങളെ നിരാകരിച്ചവരെ ആ നരകം ആ നരകത്തിലേക്ക് വിളിച്ചു കൊണ്ടിരിക്കും. ഫത്തകുന്നാറല്ലതീ വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരെയും കല്ലുകളെയും കത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നരകത്തെ സൂക്ഷിച്ചോ, അതിലെത്തിപ്പെടാതെ തന്റെ ശരീരത്തെ കാത്തു സൂക്ഷിച്ചോ. ഖുർആൻ പറയുന്ന സഹോദരങ്ങളെ, ആ നരകം യാഥാർത്ഥ്യമായി പുലരുന്നു ബോധ്യപ്പെട്ടാലേ നമ്മളെ കുട്ടികളുടെ ഒരു വിനയം കാണാൻ സഹോദരങ്ങളെ, ഒരു വല്ലാത്ത മാറ്റം. ഒരു ചെറുപ്പക്കാരനായ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി ഫോൺ ചെയ്ത് ഞാൻ ആലോചിക്കാൻ, അവനെന്താ ഫോൺ ചോദിച്ചു തരും. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് ഞാൻ കോപ്പി അടിച്ചിട്ടാ പരീക്ഷ ചെയ്തത്. അടുത്തിരിക്കണവന്റെ ഫുള്ള് നോക്കി പകർത്തി എനിക്ക് നല്ല മാർക്ക് കിട്ടി. അപ്പൊ ഞാൻ അങ്ങനെ അതിലിടയ്ക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രസംഗവും പരലോകത്തെ കുറിച്ചുള്ള ക്ലാസ്സും ഒക്കെ കേട്ടപ്പോൾ എന്റെ മനസ്സ് മാറി. ഇപ്പൊ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചാൽ, ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കിട്ടുന്ന ജോലി ഞാൻ ചെയ്യുകയാണെങ്കിൽ കാലാകാലം ഒരു ഹറാമ് ശമ്പളമായി വാങ്ങേണ്ടി വരുമല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? വേറൊരു ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യണം? അതോ എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു സൂക്ഷ്മത പാലിച്ച് ജീവിച്ചാൽ മതിയോ? സഹോദരങ്ങളെ, ഇതൊരു 17 വയസ്സുകാരെ ചെറുപ്പക്കാരൻ ചോദിക്കണമെങ്കിൽ വാപ്പ് പണിയെടുത്താൽ പറ്റുമോ സഹോദരങ്ങളെ? പറ്റൂ? 4 ദിവസം ചോറ് കൊടുക്കാതെ മുറ്റത്ത് കിടത്തിയാൽ പറ്റുമോ രക്ഷിതാക്കളെ? പറ്റൂല. അതുകൊണ്ടാ പടച്ചോൻ പറഞ്ഞത്, മനസ്സിനെ മാറ്റാൻ എന്തിനേ പറ്റുള്ളൂ അറിയങ്ങള്? ഈ പരലോകത്തിനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പടച്ചോൻ പറഞ്ഞത്, തുലാസ് ഇങ്ങനെ തൂക്കണ സമയത്ത് സഹോദരങ്ങളെ, തുലാസ് ഇങ്ങനെ തൂക്കണ സമയത്ത് അവസാനത്തെ ആ തൂക്കം നിശ്ചയിക്കുന്ന ഒരു സമയത്തുണ്ട്. എന്ത്? ഒരല്പം അധികമായാൽ അത് തൂക്കത്തിന്റെ അപ്പുറത്തേക്ക് കൊടുത്താൽ, അങ്ങനെ നഷ്ടം വന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കിന്റെ അവസ്ഥ എന്താകും എന്ന് ആലോചിച്ചിട്ടാണ് തുലാസും ഇങ്ങനെ തൊടുന്ന കച്ചവടക്കാരനോട് ഓതിക്കൊടുക്കാണ് പടച്ചോൻ. എന്ത്? വൈലുൽ മുതഫിഫീൻ അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. വൈലുൽ മുതഫിഫീൻ, അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം, നേരിയ കുറവ് വരുത്തുന്നവർക്ക് നാശം. അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ഒരേ വ്യക്തി ഇങ്ങോട്ടളന്നു വാങ്ങുമ്പോൾ അവൻ പൂർത്തിയാക്കി വാങ്ങും, അങ്ങോട്ടളന്നു കൊടുക്കുമ്പോൾ അവൻ കുറവ് വരുത്തുകയും ചെയ്യും. ഒരേ തുലാസിൽ ഒരേ ആളാ തൂക്കണേ. അവൻ ഇങ്ങോട്ട് തൂക്കിയെടുക്കുമ്പോൾ അവൻ തികച്ചെടുക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചെടുക്കും. എന്നിട്ട് പടച്ചോൻ ചോദിക്കാണ്, അലായദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അവൻ വിചാരിക്കുന്നില്ലേ അവൻ ജീവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന്? ഒരു മഹത്തായ ദിവസം ഈ തൂക്കിക്കൊടുത്തതിന്റെ കണക്ക് പറയാൻ, മറ്റുള്ളവന്റെ അവിഹിതങ്ങൾ പോക്കറ്റിലിട്ടതിന്റെ കണക്ക് കൂട്ടി കണക്ക് കൊടുക്കാൻ ഒരു മഹത്തായ ദിവസം വരേണ്ടി വരുമെന്ന് അവൻ ഓർമ്മയില്ലേ? യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നൊരു ബോധം അവനില്ലേന്നാണ്. സഹോദരങ്ങളെ, ബോധ്യപ്പെട്ടാൽ മാറും, ഒരു സംശയവും വേണ്ട. ബോധ്യപ്പെട്ടാൽ മാറും. എന്താ സഹോദരങ്ങളെ ശങ്ക? ഒരു പക്ഷേ ജീവിതത്തിന്റെ ദുർബല നിമിഷങ്ങളിൽ, ഒരു പക്ഷേ വൈകാരികമായ വ്യതിചലനങ്ങളിൽ സഹോദരങ്ങളെ വ്യഭിചാരം സംഭവിച്ചു പോയുണ്ടാവും. എന്താ സംഭവിച്ചാ ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, ബോധ്യപ്പെട്ട നിമിഷം അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങണം. അല്ലെങ്കിൽ എന്താ അറിയും? അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണത്? സഹോദര, ഈ നരകം യാഥാർത്ഥ്യമാകുന്ന നാളിൽ അതിന്റെ മുന്നിൽ നിൽക്കും. എങ്ങനെ നിൽക്കുക?
വലാ യസ്നൂൻ ഫമൻ യഫ്അൽ ദാലിക യൽക അതാമാ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഖാനാ. നരകത്തിലെ ശിക്ഷ ഇന്നത്തിനേക്കാൾ ഇരട്ടി നാളത്തിനേക്കാൾ ഇരട്ടി മറ്റന്നാൾ. സഹോദരങ്ങളെ, ഓരോ ദിവസവും അധികരിപ്പിക്കുന്ന നരകത്തിൽ കിടക്കേണ്ടി വരുന്ന നഗ്നരായി നരകത്തിന്റെ തീജ്വാലകൾ കിടന്നു മറിയുന്ന സഹോദരങ്ങൾ, അത് മനസ്സിക്ക് വരുമ്പോഴാണ് ഒരു നോട്ടം നിയന്ത്രിക്കുന്നത്. മനസ്സിലായില്ലേ? ആ കിടത്തം, അപമാനത്തിന്റെ കിടത്തം ആലോചിക്കുമ്പോഴാണ് നൈമിഷികമായ ഒരു സുഖത്തെ ഉപേക്ഷിക്കുന്നത്. തെറ്റു സംഭവിച്ചതിന്റെ വേദനയുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി കോടി വരുന്നത് അതുകൊണ്ടാണ്. സഹോദരങ്ങൾ, കരഞ്ഞു കിതച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് കേണപേക്ഷിക്കുന്നത് അത് ബോധ്യപ്പെടുമ്പോഴാണ്. എന്തൊരു തെറ്റ് ചെയ്യാതിരിക്കാനും പരലോകബോധം പോലെ. സഹോദരങ്ങളെ, ശിർക്ക് ഇപ്പൊ കഴിഞ്ഞൊരു ദിവസം യൂട്യൂബിലെ ഒരു ക്ലിപ്പിൽ ഞാൻ കണ്ടതാണ്. അത് കാണേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞതാണ്, അയാൾ പറഞ്ഞത് എന്താ? ഒരു ഡോക്ടറെടുത്ത് പോയതാണ്. മൂന്ന് പെൺകുട്ടികൾക്ക്, പ്രായപൂർത്തിയായ 3 പെൺകുട്ടികൾക്ക് മാനസിക രോഗം. 3ാമത്തെ കുട്ടിക്ക് മാനസിക രോഗം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മരുന്നോട് കാര്യമില്ല, എന്തെങ്കിലും മന്ത്രവാദോ പണിക്കന്മാരത്തോ പോകാൻ വേണ്ടി ഡോക്ടറെ പറഞ്ഞു കൊടുക്കുന്നു. ആലോചിക്കണമല്ലോ. ആൾക്കാർ പറയും നാട്ടിലൊക്കെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വന്നാൽ ഈ ശിർക്കും അന്ധവിശ്വാസമൊക്കെ പോകുന്നു. എങ്ങനെ പോകുന്നു സഹോദരൻ? അപ്പൊ ഇയാൾ പറഞ്ഞു 10-30 കൊല്ലമായിട്ട് ആ വിശ്വാസം സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആളാണ് ഞാൻ. എനിക്കൊരിക്കലും പോകാൻ പറ്റൂല എന്നാണ്. മനസ്സിലായി? ഡോക്ടർ നിർബന്ധിച്ചു എന്നാണ്. അയാൾ പോയി എന്നാ പറഞ്ഞത്. പോയിട്ട് നൂല് കെട്ടി ശിർക്ക് ചെയ്തു എന്നാ സഹോദരങ്ങളെ പറഞ്ഞത്. തന്റെ 3 മക്കളെയും മാനസികമായ രോഗത്തിന്റെ പിടിയിൽ കാണുമ്പോൾ ഒരു ശിർക്കിന് വേണ്ടി ഒരാൾ നിർബന്ധിക്കുമ്പോൾ പോവുകയാണ്. പോകോ സഹോദരങ്ങളെ? ഖുർആന്റെ ആയത്ത് ഭൂമിയിലെ പരലോകം ബോധില്ലോൻ പോകൂല. കേട്ടോളിയും. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ് അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ അൽഖിയാഹു ഫിൽ അദാബിശ് ശദീദ്. ഖുർആൻ പറയാണ്, പിടിച്ചു വലിച്ചെറിയൂ അവനെ നരകത്തിലേക്ക്. കത്തിജ്വലിക്കുന്ന നരകത്തിലേക്ക് പിടിച്ചെറിയൂ അവനെ. എന്തേ സഹോദരങ്ങളെ അവൻ ചെയ്തത്? അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ അൽഖിയാഹു ഫിൽ അദാബിശ് ശദീദ്. അവൻ അള്ളാഹുവിന്റെ കൂടെ വേറെ പങ്കുകാരെ ചേർത്തതാണ്. സഹോദരങ്ങളെ, അത്രയും ഗൗരവപരമായ ശിർക്ക് എന്റെ സഹോദരൻ ഓർമ്മപ്പെടുത്തല്ല. കുടുംബത്തിൽ ആരെങ്കിലും സഹോദരങ്ങളെ കയ്യുമ്മി കാലുമ്മി ഏലസോ നൂലോ ചരടോ കെട്ടി ദുർമന്ത്രവാദങ്ങളും കാര്യങ്ങളും ചെയ്തവരുണ്ടെങ്കിൽ ഇടപെട്ടു. കാരണം അതത്രയും ഗൗരവമാണ്, ചെറിയ കാര്യമല്ല. ഖുർആനെന്ന് ശരിക്ക് തൗഹീദിന്റെ സന്ദേശം ഉൾക്കൊണ്ട് പരലോകം ബോധ്യപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇടപെടും. ആദ്യം ഇടപെട ശിർക്കിന്റെ കാര്യം. കാരണം എന്താ? സൂറത്ത് ഹിജ്റിലെ 1-ാമത്തെ ആയത്തിന് അത് വായിക്കുമ്പോൾ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നരകത്തിൽ ഇങ്ങനെ ആളുകൾ കടന്ന് വേദന അനുഭവിക്കുക സഹോദരങ്ങൾ. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. മരിക്കൂല, ജീവിക്കൂല. ആ നിലക്ക് നരകത്തിൽ കിടക്കണം. അവിടുത്തെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണ്. നരകത്തിൽ ഭക്ഷണം കിട്ടും സഹോദരങ്ങളെ. ഭക്ഷണം വിശപ്പ് മാറാനല്ല, ഒരു ശിക്ഷയായിട്ടാ തരിക. ആ മുള്ളിന്റെ പഴങ്ങൾ അത് തരുന്നതിനാ? അത് തിന്നുന്ന ബുദ്ധിമുട്ടും ശിക്ഷയും അനുഭവിക്കും. പാനീയങ്ങൾ തരുന്ന എന്തിനാ സഹോദരങ്ങളെ? ആമാശയങ്ങൾ ഭേദിക്കപ്പെടുന്ന ചുട്ടുവിളക്കുന്ന വെള്ളം ദാഹം മാറാനല്ല തരുന്നത്. ആ നരകത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ കാണാൻ പടച്ചോൻ ചില ആൾക്കാരെ നരകത്തിൽ നിന്ന് സ്വർഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. അതെന്താ കൊണ്ടുപോകാൻ കാരണം? ചെയ്ത തെറ്റിന്റെ ശിക്ഷകൾ കഴിയുമ്പോൾ സ്വർഗത്ത് കൊണ്ടുപോകും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കൊണ്ട് അള്ളാഹു അനുമതി കൊടുത്ത ആളുകൾക്ക് ശഫാഅത്ത് ചെയ്തിട്ട് സ്വർഗത്ത് കൊണ്ടുപോവുകയാണ്. ആ കൊണ്ടുപോണ സമയത്ത് സഹോദര, നരകത്തിൽ ഏറ്റവും ദുഃഖിച്ചു കിടക്കുന്നവൻ ആരായിരിക്കുന്നത്? തൗഹീദില്ലാത്ത. കാരണം തൗഹീദ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ സ്വർഗത്തിലേക്ക് വന്നേക്കാം. കാരണം എന്താ? ശിർക്കുള്ളോന് സ്വർഗം കൊടുക്കൂല എന്ന് അള്ളാഹ് പ്രഖ്യാപിച്ചു പോയി. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽദാലിമീന മിൻ അൻസാർ. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർത്തത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു അവന് ഹറാമാക്കിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, പടച്ചോൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ശിർക്ക് ചെയ്തവന് സ്വർഗ്ഗമില്ല. ആ വാക്ക് പടച്ചോൻ അവിടെ മാറ്റൂല. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, ഒരു വാക്കും ഇവിടെ മാറ്റപ്പെടുകയില്ല.
വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, അടിമകളോട് ഞാൻ അനീതി ചെയ്യുകയില്ല. ശിർക്ക് ചെയ്താൽ നരകത്തിൽ പോകും, നരകത്തിൽ നിന്ന് ഒരു കാലത്തും സ്വർഗത്തിൽ വരികയില്ല. അവന്റെ സ്വർഗം നിഷിദ്ധമാണെന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നരകത്തിൽ അവശേഷിക്കുന്നവർ തെമീമത്തു കെട്ടിയവരാണ്, ഏലസ്സു കെട്ടിയവരാണ്, അള്ളയല്ലാത്തവർക്ക് നേർച്ച കൊടുത്തവരാണ്. ചുണ്ടുകളെ കൊണ്ട് അള്ള എന്നു മാത്രമേ ഞാൻ വിളിക്കൂ എന്ന് ലോകത്തോട് പറഞ്ഞ റസൂലുള്ളാന്റെ വാക്ക് തെറ്റിച്ചവരാണ്. ഖുൽ ഇന്നമാ അദൂ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. വലാ ഉശ്രികു ബിഹി അഹദാ, അവനോടൊപ്പം മറ്റൊരാളെയും പങ്കു ചേർക്കയില്ല. സുഹൃത്തെ, പരലോകത്തെ ഹൃദയത്തിൽ ബോധ്യപ്പെട്ട സഹോദര, നീ ഏത് വിശ്വാസക്കാരനാകട്ടെ, ആത്മാർത്ഥതയോടെ ഞാൻ ചോദിക്കുന്നു, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തിയ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മരിച്ചു കൊണ്ടുപോകുന്ന ഒരു മയ്യത്തിനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ജീവൻ നൽകി. സഹോദരങ്ങളെ, കണ്ണുകാണാത്തവൻ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം കാഴ്ച കൊടുത്തവനാണ് ഈസാ നബി അലൈഹിസ്സലാം. ലോകത്തിലെ മഹോന്നതനായ പ്രവാചകനായ ഈസാ നബിക്ക് മുഅ്ജിസത്തുണ്ട്. ഈസാ നബി അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെട്ടവനാണ്, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകനോട് ഈസാ നബിയെ കാക്കണേ എന്നൊരാൾ വിളിച്ചാൽ, അയാൾ എന്തർത്ഥത്തിൽ വിളിച്ചാലും എന്ത് ഉദ്ദേശത്തിൽ വിളിച്ചാലും സഹോദരങ്ങളെ, അതാണ് ശിർക്ക്. അത് പറഞ്ഞിട്ടാണ് ഖുർആൻ പറയുന്നത്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ക്രിസ്ത്യാനികളുടെ പള്ളിന്റെ ചുമരുമ എഴുതി വെച്ച് ഞാൻ വായിച്ചു, അരീക്കോടുന്ന് മുക്കത്തേക്ക് പോകുമ്പോൾ. എന്താ എഴുതി വെച്ചത് അറിയോ? കന്യാമറിയമേ, യേശുവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും. എന്താ തെറ്റ് സഹോദരങ്ങളെ, എന്താ തെറ്റ്? ഇന്ന് അള്ളാഹു അല്ലാത്തവരെ ബദരീങ്ങളെയും മുഹീദ്ദീൻ ശൈഖിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരും അതിനെക്കുറിച്ച് അറിവില്ലാത്തവർ പറയുന്ന ന്യായവും ഈ ന്യായവും തമ്മിൽ എന്തു തെറ്റുണ്ട്? എന്തു തെറ്റാണുള്ളത്? കന്യാമറിയമേ, യേശുവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും. സഹോദരങ്ങളെ, മറിയമിന് കറാമത്തില്ലേ? അള്ളാഹു ആദരിച്ച ആളല്ലേ? ലോകത്തെ സത്യവിശ്വാസികൾക്ക് ഉദാഹരണം പറഞ്ഞതിൽ അള്ളാഹു ഉപമിച്ചത് 2 വനിതകളെയാണ്. അതിൽ ഒന്ന് ഫിറഔന്റെ കൊട്ടാരത്തിൽ പീഡനങ്ങൾ അനുഭവിച്ച് ജീവിച്ച ഫിറഔന്റെ ഭാര്യ. മറ്റൊന്നാരാ അറിയുന്നത്? മറ്റൊന്നാരാ സഹോദരങ്ങൾ? വമറിയമ ബിനത ഇംറാനല്ലതി അഹ്സനത് ഫർജഹാ, തന്റെ ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിച്ച മറിയം. എന്താ? കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും. ആരോടാ അപേക്ഷിക്കേണ്ടത്? യഹോവയായ ദൈവത്തോട്. എന്താ തെറ്റ്? കന്യാമറിയമെന്ന് വിളിച്ചാ പോയി സഹോദരങ്ങൾ, മരിച്ചു പോയില്ലേ? മരിച്ചുപോയ ആൾക്കാരെ വിളിച്ചാൽ അതിനാ ദുആ എന്ന് പറയാ, അതിനാ പ്രാർത്ഥന എന്ന് പറയാ, കഴിഞ്ഞു പരിപാടി. സഹോദര, ശിർക്ക് വന്നാൽ ഒരു കാലത്തും സ്വർഗത്തേക്കില്ല. അതുകൊണ്ടാണ് സ്വർഗത്തേക്ക് ഇങ്ങനെ ആൾക്കാരിങ്ങനെ ശിക്ഷ കഴിഞ്ഞ് പോയുമ്പോ ശിർക്കില്ലോല് മാത്രം നരകത്തിൽ അവശേഷിക്കുമ്പോ ശിർക്കുള്ളോൻ പറയണ വാക്കാ ഖുർആൻ പറഞ്ഞു തരുന്നത്, റുബമായ വദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റുബമായ വദ്ദുല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ ചിലപ്പോൾ വിചാരിച്ചു പോകും, ചിലപ്പോൾ ചിന്തിച്ചു പോകും, നാളെ പരലോകത്ത് വെച്ച് ലൗ കാനൂ മുസ്ലിമീൻ, ഞങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ട ഒരു കേവലം മുസ്ലിമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നല്ലോ എന്ന് അവിടെ വെച്ചുകൊണ്ട് മോഹിച്ചു പോകും. സഹോദരങ്ങളെ, ബോധ്യപ്പെടണം. എന്റെ സുഹൃത്തിന്റെ കുട്ടിക്ക് ജനിച്ചിങ്ങട് ലേബർ റൂമിൽ നിന്ന് കൈയ്ക്ക് കൊടുത്തപ്പോഴേക്ക് തുടങ്ങിയ അപസ്മാരം, കടന്ന് പെടയാൻ തുടങ്ങി സഹോദരൻ. മനസ്സിലായി? അവൻ നല്ലൊരു സലഫി ആദർശക്കാരനാണ്. പക്ഷെ കല്യാണം കഴിച്ചത് സലഫി ആദർശത്തിൽ നിന്നല്ല. അപ്പോ അമ്മായിമ്മ കൊടുന്നിട്ട് ഇങ്ങനെ തന്നു, ഇതാ കുട്ടിയെ, ഈ കറുത്ത നൂലുണ്ടല്ലോ, ഇതാ കുഞ്ഞി കയ്യുമ്മക്കാണ് വെച്ച് അതവിടെ നിൽക്കുന്നു. അങ്ങനത്തെ ആളിരുന്ന വാങ്ങിക്കൊടുന്നത്. സഹോദരങ്ങളെ, അവൻ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞില്ലേ, പരലോക വിശ്വാസത്തിന്റെ ആഴത്തിൽ നിന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. ഉമ്മ, എന്റെ കുട്ടി ഇങ്ങനെ ഈ പടച്ചിൽ നിൽക്കാതെ പടഞ്ഞ് മരിക്കുന്നതും കണ്ണ് തുറിക്കുന്നതും കണ്ടാലും ആ നൂല് ആ കയ്യുമ്മ വെക്കൂല. അഥവാ മരിച്ചാൽ എന്റെ കുട്ടി സ്വർഗത്തിൽ എന്നെ വിളിക്കാൻ അവിടെ കാത്തു നിൽക്കും. ഇത് വെച്ചാൽ ഒരു കാലത്തും സ്വർഗത്തിലേക്ക് വരാതെ ഞാൻ നരകത്തിലേക്ക് തിരിച്ചു. ഇപ്പൊ കുട്ടിക്കൊന്നും ഉണ്ടാവില്ല, ചെയ്ത് എനിക്കേ കാരണം. സഹോദരങ്ങൾ, അതാത്തോ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത. അതുകൊണ്ടാണ് ഇസ്ലാമിലെ മഹാപാപങ്ങൾ ഏറ്റവും ഒന്നാമത് സഹോദര ശിർക്ക് കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, വല്ലാത്തൊരു ജീവിത സാഹചര്യങ്ങളെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. വ്യഭിചാരം ഇന്നൊരു പ്രശ്നമല്ലാതായി സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കാൻ പേടിക്കണം സഹോദരങ്ങൾ.
പണ്ടൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ മൈന്, മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അതിന് സാഹചര്യം ഉണ്ടാവും. മദ്യപിക്കണമെങ്കിൽ അതിനൊരു സ്ഥലം കണ്ടുപിടിക്കണം, വ്യഭിചരിക്കണമെങ്കിൽ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. വേണ്ട സഹോദര, അടച്ചിട്ട റൂമിനുള്ളിൽ നിങ്ങളുടെ മക്കൾ വ്യഭിചരിക്കുകയാണ്. എങ്ങനെ നിങ്ങൾ നല്ല ലൈവായിട്ട് നെറ്റിൽ കയറിയാൽ ശരിക്കും പ്രത്യക്ഷമായി യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നതിനേക്കാളും നിൽക്കും, യാതൊരു സംശയവും. ഖുർആന്റെയൊക്കെ മഹത്വം മനസ്സിലാക്കപ്പെടും. നോക്കണീന് ഇപ്പം എന്തത്ര വലിയ കുറ്റം ഖുർആൻ പറഞ്ഞു. കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. സത്യവിശ്വാസികളോട് പറയൂ പ്രവാചകരെ, കണ്ണുകളെ താഴ്ത്താൻ പറയൂ, മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാൻ പറയൂ. കണ്ണുകൊണ്ട് നോക്കിയാൽ വ്യഭിചാരം. നബിസാസം പറഞ്ഞില്ലേ, കണ്ണുകൊണ്ട് നോക്കിയാൽ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കൈകൊണ്ട് തൊട്ടാൽ കൈകൊണ്ടുള്ള വ്യഭിചാരം, നടന്നു പോയാൽ സംസാരിച്ചാൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരം. സഹോദരങ്ങളെ, ലോകം ആ അവസ്ഥ ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. സഹോദരങ്ങളെ നല്ല ശ്രദ്ധിച്ചോളും. റിക്കാർഡിൽ വന്നാൽ അവിടെ കിടക്കും. പടച്ചോൻ പൊറത്തില്ലെങ്കിലും ആൾക്കാർക്കൊരു ധൈര്യം, പടച്ചോൻ പൊറത്തിരൂലേ, ഹജ്ജ് ചെയ്താൽ പൊറുക്കൂലേ, ഹിജറ പോയാൽ ഹിജറക്ക് മുമ്പുള്ളതൊക്കെ പൊറുക്കൂലേ. സഹോദരങ്ങളെ, പൊറുക്കില്ലെന്ന് പറഞ്ഞു, പക്ഷെ പൊറുക്കലിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പടച്ചോൻ പറഞ്ഞ വാക്കുകൾ ശരിക്കും മനസ്സിലാക്കണം. وَإِن تُبْدُوا مَا فِي أَنفُسِكُمْ أَوْ تُخْفُوهُ يُحَاسِبُكُم بِهِ اللَّهُ. നിങ്ങൾ പരസ്യമാക്കിയാലും നിങ്ങൾ രഹസ്യമാക്കിയാലും നിങ്ങളുടെ മനസ്സുകളിലുള്ളതിനെ അവൻ വിചാരണ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. സഹോദരങ്ങളെ, പടച്ചോന് ബോധ്യം വേണം, പൊറുക്കപ്പെടാൻ അവകാശിയാണ് നമ്മളെന്ന്. മനസ്സിലായില്ലേ? അബ്ബാസിയ കാലത്ത് ഒരു തോന്യാസിയായ കവിയുണ്ട്. അയാളെ മനസ്സുണ്ടാകാൻ പറ്റും സഹോദരങ്ങളെ. അയാൾ പറഞ്ഞത് എന്താണ്? അയാൾ പറഞ്ഞത് ആ ചിന്താഗതിയിലാണ് ഈ തമ്മാടിത്തങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലോ അയാൾ ജനങ്ങളോട് പാടിക്കൊടുത്ത എന്താണ്? തോന്നിയാസങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, അല്ലെങ്കിൽ പരലോകത്ത് പോയാൽ ഖേദം തോന്നുന്നതാണ്. കാരണം എല്ലാ തമ്മാടിത്തങ്ങളും ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്, ഖേദം തോന്നുന്നുണ്ട്. സഹോദരങ്ങളെ, ചിന്തിച്ചു പോകാൻ പോലും പറ്റില്ല. അത്രയും വലിയ അപകടവും അത്രയും വലിയ കുഫറും അത്രയും വലിയ വിശ്വാസ നിഷേധവുമാണ്. ആത്മാർത്ഥമായ നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന പടച്ചോനാണ് തീരുമാനിക്കണം പുറത്തു കൊടുക്കണോ കൊടുക്കണ്ടേ. മനസ്സിലായി? ആ തീരുമാനം അനുകൂലമായി വരണമെങ്കിൽ സഹോദരങ്ങളെ സൂക്ഷ്മതയോടെ ജീവിക്കണം. വല്ലാത്തൊരവസ്ഥയാണ് സമൂഹത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ആളുകൾ ഇത്തരം തിന്മകൾക്ക് വശംവദരായി പോകുന്ന ദുരന്ത കാഴ്ചകൾ സമൂഹത്തിൽ നമ്മൾ കാണേണ്ടി വരുന്നത് സഹോദരങ്ങളെ ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ, ആ ബോധ്യതയെ നിലനിർത്തി കൊണ്ടുപോകണം. അള്ളാഹുവിന്റെ റസൂൽ ടക്ക് ഇങ്ങനെ പറഞ്ഞുമ്പോ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് യാ മുസർരിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ത്വാഅതിക്. പടച്ചോനെ, ഹൃദയങ്ങളെ മാറ്റുന്നവനെ ഉറപ്പിച്ചു നിർത്തണേ, ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേ നിനക്കുള്ള അനുസരണയിൽ എന്ന് പറയുമ്പോൾ സഹാബത്ത് ചോദിച്ചു, നബി എന്തിനെത്രയധികം വരണമെന്ന്? അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, നമ്മളെ ഹൃദയം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പരമകാരുണ്യകന്റെ കയ്യിലെ 2 വിരലുകൾക്കിടയിലുള്ളതാണ്. ഏതു നിമിഷവും അതിന് മാറ്റം വരുത്താണ്. അതുകൊണ്ട് പടച്ചോനെ മാറ്റരുതേ എന്ന് ഓരോ നിമിഷം പറയണം. സഹോദരങ്ങളെ, ഇന്നലെ രാത്രി ഉറങ്ങിപ്പോഴത്ത മനസ്സ് ഇന്ന് പ്രഭാതത്തിലില്ലെങ്കിൽ, ഇന്നലെ ഓഫീസിലിരുന്നപ്പോഴുള്ള മനസ്സ് അങ്ങാടിയിലിറങ്ങിയപ്പോഴില്ലെങ്കിൽ, അങ്ങാടിയിലുണ്ടായപ്പോഴുള്ള മനസ്സ് സഹോദരങ്ങളെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഖാബ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഇത് തന്നതിന് ശേഷം അള്ളാഹുവെ തിരിച്ചെടുക്കരുതെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ്. സഹോദരങ്ങളെ, എല്ലാ തിന്മകളും എത്രമാത്രം അറിയങ്ങൾ, കുറച്ച് മാന്യതയും സമൂഹത്തിൽ അംഗീകാരവും നിസ്കാരം ഉള്ളവനെന്ത് വരും? എന്ത് കള്ളക്കച്ചവടം ചെയ്യാം? ഓൻ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കും. റോട്ടിൽ പച്ച നുണ പറഞ്ഞ് വിളിച്ചു പറയുന്നവനെ തലയിൽ ഒരു ചെറിയ തൊപ്പി. സഹോദരങ്ങളെ, ഒരിക്കലും വാങ്ങുന്നവന് ഉപകാരപ്പെടാത്ത സാധനം വിൽക്കാൻ അങ്ങനെ ഒരു ദീനിനെ ഒരു പുകമറയായി സ്വീകരിച്ചാൽ സഹോദരങ്ങളെ, നാളെ പരലോകത്തെ എങ്ങനെ വരിക? നിങ്ങൾ കുടൽമാലകൾ പുറത്തു ചാടി നരകത്തെ വലയം വെക്കും. അള്ളാഹുവിന്റെ ദീനിലുള്ള വിശ്വാസത്തെ തിന്മക്ക് ഉപയോഗപ്പെടുത്തിയാലേ അത് തിന്ന വയറിന്റെ ആമാശയങ്ങളും കുടലുകളും പുറത്തു ചാടി നരകത്തെ ചുറ്റും. ഈ ദീനിനെ ദുരുപയോഗപ്പെടുത്തിയാൽ അതെങ്ങനെ സഹോദരങ്ങളെ പറയാൻ കാരണം? റിയൽ എസ്റ്റേറ്റുകാരും കച്ചവടക്കാരും ഒക്കെ ഉണ്ട്. നുണ പറയാ സഹോദരൻ. കച്ചവടം ചെയ്തതിന് മേലെ കച്ചവടം ചെയ്യാൻ കണക്ക് കൊടുക്കേണ്ടി വരും അവനെ.
സഹോദര, ഒരു ലളിതമായ ജീവിതം നയിച്ച ഒരു പ്രശ്നമല്ല, അപ്സ്റ്റെയറില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല, അടുത്ത ബസ്സിന് 5 ഉറുപ്പിക കയറിയ ഒരു പ്രശ്നമല്ല. പക്ഷേ പരലോകത്ത് വരുമ്പോൾ ഈ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ കണക്ക് കൊടുക്കാൻ കഴിയാതെ സഹോദരങ്ങളെ അന്താളിച്ചു നിൽക്കേണ്ടി വന്നാൽ പ്രശ്നീകാരം. ആലോചിക്കുന്നത് നല്ലതാ സഹോദരങ്ങളെ. ലളിതമായ ജീവിതത്തിൽ എന്താ കുഴപ്പം? എന്തിനും കുഴപ്പമുണ്ടോ സഹോദരങ്ങളെ? ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ മത്സരത്തിനിടയിൽ മറന്നുപോയി നാം എന്ത്? നമ്മുടെ മയ്യത്ത് കബറിലേക്ക് എടുക്കുന്ന രംഗം. ആ മുണ്ടു ചുറ്റി കൂടെ നിൽക്കുന്ന ഒരു സ്നേഹിതൻ അടിയിലേക്ക് വെച്ച് അവസാനത്തെ പാക്ക് വെക്കുമ്പോൾ ആ വെള്ളത്തുണി കണ്ണിൽ നിന്ന് മറഞ്ഞു പോകുന്ന രംഗം നാം മറന്നുപോയി. അൽഹാകുമുത്തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. അൽഹാകുമുത്തകാതുർ, പരസ്പരം പെരുമ നടിക്കൽ നിങ്ങളെ അശ്രദ്ധമാക്കിയിരിക്കുന്നു. നല്ല വീട് കെട്ടാൻ, തന്റെ മക്കൾക്ക് താൻ വിചാരിച്ചതിലേറെ വലിയ വിദ്യാഭ്യാസം നൽകാൻ, സ്ഥാനമാനങ്ങൾ നേടിക്കൊടുക്കാൻ, പലിശക്ക് ലോൺ എടുത്തപ്പോഴും, അന്യനോട് നുണ പറഞ്ഞ് കച്ചവടം ചെയ്തപ്പോഴും, അന്യന്റെ സ്വത്ത് അപഹരിച്ചപ്പോഴും നീ മറന്നുപോയ കാര്യമുണ്ട്. ഹത്താ സുർതുമുൽ മഖാബിർ, കബറിടം സന്ദർശിക്കുന്നതുവരെ. കല്ലാ സൗഫ തഅലമൂൻ തുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മനസ്സിലാകുന്നു സഹോദരങ്ങളെ, എന്ത് നേടാനും നുണ പറയരുത് കേട്ടോ. നുണ പറയും സഹോദരങ്ങളെ. തങ്ങളുടെ അസത്യങ്ങളെ സ്ഥാപിക്കാൻ പുരോഹിതന്മാരും പണ്ഡിതന്മാരും നുണ പറയണം. ആ നുണ പറയുമ്പോഴാണ് പടച്ചോൻ പറഞ്ഞത് മാസ്ബറഹും വലന്നാർ. നരകത്തെ സഹിക്കാൻ അവിടെ ശക്തി അപാരം തന്നെയാണ് സഹോദരങ്ങളെ. അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട ശരിയായ വിശ്വാസത്തിനെതിരായ പച്ച നുണ ക്ലിപ്പ് മുറിച്ചും, അതേപോലെ സഹോദരങ്ങളെ പാതി തെറ്റിദ്ധരിപ്പിച്ചും ജനങ്ങളോട് പറഞ്ഞിട്ട് അസത്യങ്ങളെ സത്യങ്ങളാക്കി കൊടുക്കുന്ന ആളുകൾ. നുണ പറയാ, കളവ് പറയാ. കളവ് എല്ലാവരും പറയുന്നതാണ്. ഖുർആനിൽ ഏറ്റവും വലിയ ശാപം പറഞ്ഞത് ആർക്കറിയെങ്കിലും? മലക്കുകളും ലോകത്തുള്ള സർവ്വ ചരാചരങ്ങളും ശപിക്കുന്ന വ്യക്തി ആരാന്നറിയ സഹോദരങ്ങളെ? ദീനിന്റെ പേരിൽ നുണ പറയുന്നവർ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ, വ്യക്തമായ തെളിവുകളും സന്മാർഗവും വന്നെത്തിയതിനു ശേഷം സത്യങ്ങളെ, വേദഗ്രന്ഥത്തിലുള്ള സത്യങ്ങളെ മൂടിവെക്കുന്നവർ അവർക്ക് മൂടിവെക്കാൻ പറ്റും സഹോദരങ്ങളെ. എന്തുകൊണ്ട്? അവർ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. അവർ നുണ പറയില്ലെന്ന് ജനങ്ങൾ വിചാരിച്ചു, അവർക്ക് പറയാം. പിന്നെന്താ സഹോദരങ്ങളെ പരിഹാരമാർഗം? എന്താ പരിഹാരമാർഗം? പടച്ചോൻ പറയാണ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അവരെ അല്ലാഹു ശപിക്കും, ശപിക്കുന്ന എല്ലാവരും അവരെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഖുർആന പറയണം സഹോദരങ്ങളെ. പറയരുത്. ഒരു 10 ഉറുപ്പിയുടെ ലാഭം കിട്ടാൻ നുണ പറയും സഹോദരങ്ങളെ. പാർട്ടി വിജയിക്കാൻ നുണ പറയും. നുണ പറഞ്ഞാലുള്ള പ്രശ്നം എന്താ? നിങ്ങൾ മക്കൾക്ക് വേണ്ടി നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കിയാലേ മക്കള് പൈസ അനുഭവിക്കും. നമ്മൾ മരിച്ചാലേ കഫം പുടവന്റെ കടവും കൂടി വീട്ടാതെ പോലെ ഓഹരി വെച്ചെടുക്കും. എന്താ സഹോദരങ്ങളെ? നാം പറഞ്ഞ നുണകളുടെ കണക്കു തീർക്കാൻ നരകത്തിന്റെ തീജ്വാലകൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതാ പ്രശ്നം. നരകത്തിന്റെ തീജ്വാലകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഹറാമായത് തിന്നും ഹറാമായത് ഏറ്റെടുത്തും പോയാൽ സഹോദരങ്ങളെ അവിടുന്ന് കണക്ക് നമ്മൾ കൊടുക്കണ്ടേ? അത് കൊടുക്കാൻ ഈ അനുഭവിച്ച ആളുകൾ ഉണ്ടാവും സഹോദരങ്ങളെ. പാർട്ടിക്ക് വേണ്ടി നുണ പറഞ്ഞാൽ നുണ പറഞ്ഞു കിട്ടിയ അനുയായികളെയും കൊണ്ട് നേതാക്കന്മാർ സഹോദരങ്ങളെ തക്ബീറിന്റെ സുഖം അനുഭവിക്കും. നുണ പറഞ്ഞ് നമ്മളോ അതിന്റെ കുറ്റേറ്റ് നരകത്തും. ഒരു വാക്ക് പറഞ്ഞു പരലോകത്തെ കുറിച്ച് ഓർമ്മയുള്ളവർ ഏറ്റവും സൂക്ഷിക്കേണ്ട എന്തിനാ? വാക്കിനെയാണ്. വാക്കിനെ സൂക്ഷിക്കാൻ. അള്ളാന്റെ റസൂൽ ജാമ്യം നിൽക്കാൻ സ്വർഗം തരാൻ, നരകത്തിൽ പോലെ സ്വർഗം തരാൻ. 2 കാര്യത്തിൽ ഒരു ചെറിയ ഉറപ്പ് നമുക്ക് തന്നാൽ മതി സഹോദരങ്ങളെ. ഉറപ്പ് കൊടുക്കാൻ പറ്റൂ. മയ്യലുമനുലീ മാ ബൈന ലഹിയൈഹി വമാ ബൈന ഫഖദൈഹി അൽമനുലഹുൽ ജന്ന. മയ്യലുമനുലീ, ആരാണ് എനിക്ക് ജാമ്യം നിൽക്കാനുള്ളത്? മാ ബൈന ലഹിയൈഹി, അവന്റെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവ്. ആ നാവിനെ അസത്യത്തിന് ഉപയോഗിക്കുകയില്ലെന്ന്, അതുകൊണ്ടൊരാളെ കുറിച്ച് ആക്ഷേപം പറയുകയില്ലെന്ന്, അതുകൊണ്ടൊരു ദുഷിച്ച വാക്കിന്റെ പ്രചാരകനാവുകയില്ലെന്ന്, അതുകൊണ്ടൊരു അസത്യത്തിന്റെ വക്താവാകില്ലെന്ന് ആര് പറയാൻ, ഉറപ്പു തരാൻ ആർക്ക് സാധ്യമാണോ? വമാ ബൈന ഫഖദൈഹി, നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന
നൂറുകൂട്ടം കാഴ്ചകളും സംസാരങ്ങളും വികാരങ്ങളെ തെറ്റായി പ്രചോദിപ്പിക്കുമ്പോൾ തന്റെ ഗുഹ്യസ്ഥാനത്തെ അസ്ഥാനത്ത് ഉപയോഗിക്കുകയില്ലെന്ന്, അതിനെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കുകയില്ലെന്ന്, താൻ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ ഒരു അവിഹിതത്തിലും എന്റെ ഗുഹ്യസ്ഥാനങ്ങൾ സാക്ഷ്യം വഹിക്കില്ലെന്ന് ആർക്കുറപ്പ് തരാൻ പറ്റുമോ? അളുമനുലകുൽ ജന്ന, അവന് സ്വർഗം തരാമെന്ന് ഞാൻ ഉറപ്പു തരുന്നു, അവന് സ്വർഗം കിട്ടുമെന്ന് ഞാൻ ജാമ്യം നിൽക്കുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്തെങ്കിലും പറഞ്ഞു കടന്നു കളയാമെന്ന്, എന്തെങ്കിലും എക്സ്ക്യൂസുകൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന്, എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് നാളെ പരലോകത്ത് കഴിച്ചിലാകാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങളെ സൃഷ്ടിച്ചവനല്ലയോ ഞാൻ? വലഖദ് ഖലഖനൽ ഇൻസാൻ, മനുഷ്യന്റെ മസ്തിഷ്കവും മനുഷ്യന്റെ ഹൃദയവും മനുഷ്യന്റെ വളവും മനുഷ്യന്റെ ബുദ്ധിയും എല്ലാം സൃഷ്ടിച്ചവനാണു ഞാൻ. നഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, മനസ്സിന്റെ മന്ത്രങ്ങളും മനസ്സിന്റെ വിചാരങ്ങളും നാം അറിയുന്നവനാകുന്നു. വനഹ്നു നഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. എന്നെക്കുറിച്ചൊരാക്ഷേപം സുഹൃത്തുക്കളെ ഞാനില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ കേൾക്കില്ലെന്ന ധൈര്യത്തിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാനേ നിങ്ങളുടെ അടുത്തില്ലാത്തതുള്ളൂ. എനിക്കെന്റെ കാര്യങ്ങളിൽ കൃത്യമായി മേൽനോട്ടം വഹിക്കുന്ന എന്റെ നാഥൻ നിങ്ങളുടെ അടുക്കലുണ്ട്. എന്റെ പേര് പറയുമ്പോൾ, ഞാൻ ചെയ്യാത്തത് പറയുമ്പോൾ, ഞാൻ സാക്ഷ്യം വഹിക്കാത്തത് എന്റെ പേരിൽ പറയുമ്പോൾ, ഞാനത് ചെയ്തോ പറഞ്ഞോ എന്നറിയുന്ന എന്റെ നാഥൻ വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ജീവനാടിയെക്കാളും അടുത്തവരുണ്ട്. മായൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, രേഖപ്പെടുത്തുന്ന ആളുകളില്ലാതെ ഒരു വാക്കും ഒരാളും ഉച്ചരിക്കുന്നില്ല, ഒരാളും പറയുന്നില്ല. സഹോദരങ്ങളെ, ഇത് ബോധ്യപ്പെടുത്ത ഒരാളെക്കാളും നല്ല ആളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? ബോധ്യപ്പെടേണ്ട ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞത് സമൂലമായൊരു മാറ്റം ഉണ്ടാവും. ആൾക്കാർക്കൊന്നും മനസ്സിലാകാത്തതാണ് സഹോദരങ്ങൾ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുമ്പോൾ നമുക്ക് പറയാം, ഈ ജനങ്ങൾ മാറിയത് എന്തുകൊണ്ടാണ്? പരലോകം പറഞ്ഞു കൊടുത്തിട്ടാണ്. പരലോകം പറഞ്ഞു കൊടുത്തിട്ടാണ് സഹോദരങ്ങളെ. പരലോകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരാൾ തൗഹീദ് സ്വീകരിക്കൂല. എന്താ കാര്യം തരങ്ങള്? എന്താ കാര്യം തരും? തൗഹീദാണ് സ്വീകരിച്ചാലേ മഹല്ല് കമ്മിറ്റിയാണ് പുറത്താക്കും. മരിച്ച ഒരു കുട്ടിയാണ് വരൂല, മനസ്സിലെ? നാട്ടുകാർ മുഴുവനും പരിഹസിക്കും. പഴയ കാലത്തൊക്കെ ചായ മക്കളിന് ചായ കൊടുത്തിരുന്നില്ല പറയുന്നത്. തൗഹീദ സ്വീകരിച്ചു ചായ കൊടുക്കൂല. കുട്ടി അണക്ക് ഇവിടെ ചായ അല്ലാതെ എന്തേ നീ വഹാബിയാണെന്ന് പറയും. സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നാട്ടുകാരെ ഒഴിവാക്കിയിട്ട് ഈ ആദർശം സ്വീകരിച്ചത് പരലോകം ഭയപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ പോവില്ല. അത് ബോധ്യപ്പെടുമ്പോഴെ സഹോദരങ്ങളെ മാറ്റണ്ടാകുക. ജീവിതത്തിൽ ഏതു നന്മയ്ക്ക് പിന്നിലും അതാണുള്ളത്. ആ പരലോകത്തിന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന ഒരു നന്മയും അള്ളാഹിന്റെ അടുക്കിലോട്ട് വേണ്ടേനും പടച്ചോന് വേണ്ടേനും. അത്ര കൃത്യമാണ് ആ ബോധ്യത. സഹോദരങ്ങളെ, ആ ബോധ്യതയിൽ നിന്നുകൊണ്ട്, ആ ബോധ്യത വന്നപ്പോ എന്തുണ്ടായതെങ്കിൽ കുറച്ചും കൂടി ശക്തിയായിരുന്നു. ഞാനത് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ആൾക്കാർ വല്ലാതെ മാനസികമായി സന്തോഷിക്കുന്നു. പക്ഷെ ഞാൻ അതിന്റെ ഒരു തിരിച്ചറിവ് മനസ്സിലാക്കിയത് 10 കൊല്ലം മുമ്പ് ഈ മഹത്തായ ആദർശ പ്രബോധന പ്രസ്ഥാനം നാടൊട്ടുക്കും സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ ദിവ്യ സൂക്തങ്ങളെ മധുര മനോഹരമായി ഓതി ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് അതിന്റെ ആശയങ്ങളെ അതിശക്തമായി ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ജനസഹസ്രങ്ങൾ ഇതിലേക്ക് ഒഴുകി വരുന്ന ഒരു സാഹചര്യങ്ങളിൽ ചെറിയൊരു പ്രയാസം വന്നപ്പോൾ ആളുകൾക്കൊക്കെ സന്തോഷമുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞല്ലോ. സഹോദരങ്ങളെ, എന്തേ സംഭവിച്ചു എന്ന് 10 കൊല്ലം മുമ്പുള്ളവർ അല്ലാത്തവരാരും ഇവിടെ ഇരിക്കുന്നുണ്ടാവുള്ളൂ. അനുഭവത്തിലൊന്ന് വായിച്ചാൽ മതി. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വിനീതനായ പ്രസംഗക നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റും. ഈ തിരൂരങ്ങാടിയിൽ 1986 കെ മൗലവി മെമ്മോറിയൽ അറബിക് കോളേജിൽ വന്നു ചേർന്ന് ഞാൻ 1989 മുതൽ ഒരു പൊതുപ്രസംഗകനാണ്. 1989 മുതൽ 2012 നമ്മൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾ ആലോചിക്കും. പക്ഷെ അന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എവിടെ പ്രസംഗിക്കാൻ പോയാലും എവിടെ പരിപാടിക്ക് പോയാലും സദസ്സിന്റെ മുന്നിൽ കണ്ടിരുന്നത് ആരെ അറിയുന്നത്? അവിടുത്തെ 4 മുജാഹിദീങ്ങളെ കണ്ടിരുന്നതുള്ളൂ. പക്ഷെ കഴിഞ്ഞ 10 കൊല്ലമായി എന്റെ അനുഭവം ഞാൻ പറയാം,
സഹോദരങ്ങളെ നിറഞ്ഞു നിൽക്കാൻ. പ്രസംഗം തുടങ്ങി വന്ന ഒരാൾ പ്രസംഗം കഴിയാതെ പോകലില്ല. സഹോദരങ്ങളെ, അവൻ ഈ സമ്മേളനത്തെ അംഗീകരിക്കുന്ന ആളായിക്കോണമെന്നില്ല, ഈ പറയുന്ന എന്നെ അംഗീകരിക്കുന്ന ആളാവണമെന്നില്ല. പക്ഷെ അയാൾക്ക് എന്താ അറിയാം സഹോദരങ്ങളെ, ദീൻ നമ്മൾ പറയുന്നു എന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു, ആളുകൾക്ക് ബോധ്യപ്പെട്ടു ദീൻ നമ്മൾ പറയാം. സഹോദരങ്ങളെ, ഒന്നും നമ്മൾ വിട്ടുപോയില്ല. അള്ളാഹുവിന്റെ ഖുർആനിലും ഹദീസിലും പരലോകം ബോധ്യപ്പെട്ടോലെ നമ്മളോട് ചോദിച്ചു ഓരോ ചെറിയ കാര്യങ്ങളിലുള്ള നിയമം അത് ബോധ്യപ്പെട്ടോലെ ചോദിക്കും. ബോധ്യപ്പെടാത്തവൻ അങ്ങനെ പോയ മതി സഹോദരങ്ങളെ, നിസ്കരിക്കാനും കൂടി പോയിക്കോളുന്നില്ല. ബോധ്യപ്പെട്ട ആൾ ചെറിയ ചെറിയ സംശയങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ആ വിഷയമൊന്നും ഇപ്പൊ അത്ര ചോദിച്ചറിയേണ്ട ആവശ്യമില്ല എന്ന് പറയാൻ പറ്റുമോ സഹോദരങ്ങളെ? പറയാൻ പറ്റും. നമ്മളതിന്റെ മറുപടി പറഞ്ഞു കൊടുക്കണ്ടേ, വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇന്നെന്താന്ന് വിചാരിച്ചാൽ കേരളത്തിൽ 10 വർഷം കൊണ്ട് സഹോദരങ്ങളെ ഇസ്ലാമിന്റെ ചെറുതും വലുതുമായ മുഴുവൻ വിഷയവും സാധാരണക്കാരന്റെ ചുണ്ടുകളിലും ചെവികളിലും എത്തി. അതാണ് ഈ 10 കൊല്ലം കൊണ്ടുവന്ന മാറ്റം. 10 ആർക്കും നിഷേധിക്കാനാവാത്ത മാറ്റം. അതാണ് എല്ലാ വിഷയങ്ങളെ കുറിച്ചും സഹോദരങ്ങളെ എല്ലാവർക്കും അറിയും. ആളുകൾ വിളിച്ചു ചോദിക്കുന്ന സംശയങ്ങൾ ഇങ്ങനെ കേട്ടാൽ ഒരു കുട്ടി ഇങ്ങനെ ഭാര്യ ലേബർ റൂമിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഫോണാണ്. എന്താ ഫോൺ നിങ്ങൾ? എനിക്കൊരു കുട്ടി ജനിക്കാൻ പോവുകയാണ്, ആ കുട്ടിന്റെ ശബ്ദം കേട്ടത് മുതൽ ഇസ്ലാമികമായി ചെയ്യാനുള്ള കാര്യം ഒന്നുകൊണ്ട് പറഞ്ഞേരിന്നാണ്. സഹോദരങ്ങളെ, ഫോണ് വെച്ച് ചെവി കേടുന്നു. മനസ്സിലായി? നമ്മൾ വലിയ പണ്ഡിതന്മാരൊന്നും ആയിട്ടല്ല, പക്ഷെ ഈ കുത്തുബക്ക് വേണ്ടി ഒരു ചോദിക്കുകയാണ്. ഒരു അറിയണം കുട്ടി ജനിച്ചാൽ എന്താ ചെയ്യേണ്ടത്, അടുത്തത് എന്താ, ചെയ്യാൻ പറ്റാത്തത് എന്താ, ആൾക്കാർക്ക് അറിയണം. അപ്പൊ നമ്മൾ അതൊരു വിഷയമായി പഠിപ്പിക്കേണ്ടി വരും. മനസ്സിലായി? മരിച്ച വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മക്കൾ ചോദിക്കാണ് ഇസ്ലാമികമായിട്ട് കുളിപ്പിക്കുക. അള്ളാഹുവിന്റെ റസൂൽ തസ്മ പുറത്തു നിന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തു കുളിപ്പിച്ച പോലെ വാപ്പയെ കുളിപ്പിക്കാൻ ആ മയ്യത്ത് രൂപം പറഞ്ഞു തരാൻ സഹോദരങ്ങളെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് കാസറ്റ് ആക്കി കാണിച്ചു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുക്കാത്തത് ജീവിതത്തിൽ? നമ്മുടെ സഹോദരിമാർ എന്തൊക്കെ ഇസ്ലാമിക ജീവിതത്തിൽ അറിയണോ അതൊക്കെ പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ, അത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മധുരം ജനങ്ങൾ അനുഭവിക്കുകയാണ്. അത് വീട്ടിലെത്തുമ്പോൾ അതിന്റെ ആസ്വാദനം ആളുകൾ അറിയുമ്പോൾ എന്താ ആളുകൾക്ക് അറിയണം. ആളുകൾ പ്രസംഗം തേടി കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വരികയാണ് വാഹനത്തിൽ. കമ്പ്യൂട്ടറിന്റെ മുന്നിൽ മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. ഈ വൈജ്ഞാനികമായ പ്രവാഹത്തെ തടുത്തു വെക്കാൻ ആർക്ക് പറ്റും സഹോദരങ്ങളെ? തടുക്കുമ്പോൾ തടുത്തവരെ മാറ്റി നിർത്തി ആൾക്കാർ പറയാണ് സ്വർഗവും നരകവും ബോധ്യപ്പെട്ടു, നരകത്തിൽ പോകാതിരിക്കാനാണ് ഒന്ന് പറഞ്ഞു, സ്വർഗം കിട്ടാനാണ് ഒന്ന് പറഞ്ഞു, തെറ്റായി പോകുമെന്ന് പേടിച്ചിട്ടാണ്. ഇന്ന് നോക്കുങ്ങള്, ഇന്നിപ്പോ എന്നോട് ജുമാ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, ഞാനൊരു ഓട്ടോറിക്ഷന്റെ പുതിയ ഷോറൂം നടത്തുന്ന ആളാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം, ഞാൻ ലോണിന്റെ ഒരു പരിപാടിയും എന്റെ ഷോറൂമിലില്ല. പക്ഷെ എന്റെ മുകളിലുള്ള കമ്പനിക്കാരെന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ കസ്റ്റമേഴ്സിന് ലോൺ ശരിയാക്കി കൊടുത്തിട്ട് ഒരു ഫണ്ടൊക്കെ റെഡിയാക്കിയ ശേഷം വണ്ടി ഇവിടുന്ന് കൊടുക്കാൻ പറയും. കൊടുത്താൽ എനിക്ക് കുറ്റം ഉണ്ടാകുമെന്ന്. സഹോദരങ്ങളെ, എവിടെ നിന്ന് വന്നു ആ ചോദ്യം? ഹൃദയാന്തരാളങ്ങളിൽ സ്വർഗവും നരകവും ജീവനോട് നിന്നപ്പോൾ. അല്ലെങ്കിൽ ചോദിക്കൂ സഹോദരങ്ങളെ, നാട്ടേര് കാണാൻ പേടില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നല്ലാതെ എന്താ? തുണി നിലത്ത് കൂടി ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കണമെന്ന് നോക്കുങ്ങൾ, തുണി നെരിയാണിക്ക് താഴെ. എന്തിനാണ് അവിടെ കേറിക്കുന്നത്? ഒതുണ്ടാക്കുമ്പോൾ ഒരവയവവും നേരെ നനഞ്ഞിട്ടില്ല. ഈ മുനിസിപ്പാലിറ്റി മുഴുവൻ നടന്ന പാന്റിന്റെ അറ്റം 4 ചുറ്റാക്കി മടക്കിച്ചിട്ട് നിൽക്കുന്നു. സഹോദരങ്ങളെ, മാലിന്യങ്ങൾ ദേഹത്തുണ്ടെങ്കിൽ ആ നിസ്കാരം കബൂൽ ചെയ്യും. സഹോദരങ്ങളെ, എല്ലാവർക്കും എല്ലാതും അറിയണം, എല്ലാതും കേൾക്കണം. ജനങ്ങൾ ദീൻ കേൾക്കാൻ ആവേശത്തോടെ വന്നപ്പോൾ സഹോദരങ്ങളെ, ദീനിന്റെ അടയാളങ്ങൾ ജനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ സ്വഹാബത്ത് റസൂലുള്ളയിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കിയോ അതേ സ്വഹാബത്തിലേക്ക് നമ്മൾ ആൾക്കാരെ കൊണ്ടുപോയി. ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ പറയണല്ലേ ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച കാലത്ത് സ്വഹാബത്ത് ജീവിച്ച പോലെ ജീവിക്കണം. ആ മുഹാജിരീങ്ങളും അൻസാറുകളും ജീവിച്ച പോലെ അതേപോലെ ജീവിക്കണം. ഞാനും എന്റെ സഹാബത്തും ജീവിച്ച പോലെ. അതാണ് സഹോദരൻ സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പൊ ആൾക്കാർ സ്വീകരിക്കാൻ തുടങ്ങി. ചെറിയൊരു താടി മുഖത്ത് കാണുമ്പോൾ പേടിക്കേണ്ട സഹോദരങ്ങളെ, ബേജാറാകണ്ട. നമ്മൾ വല്ലാതെ തെറ്റിദ്ധരിച്ച ഒരാൾ നമ്മൾ പറഞ്ഞതാണ് തരും, ഇത് റസൂലുള്ളാഹിന്റെ മുഖത്തുണ്ടായിരുന്ന സാധനമാണ്. മഹാനായ റസൂൽ കരീമിന്റെ മുഖം ഇങ്ങനെയായിരുന്നു സഹോദരങ്ങളെ, സമൃദ്ധമായ ഒരു താടി. അതൊരാൾ സ്വീകരിച്ചാൽ എന്താ ചെറിയൊരു പ്രയാസമുള്ളത്?
ഞാനെന്താ വലിയൊരു പ്രശ്നം. എന്നിട്ട് ജനങ്ങൾ മുഴുവനും ഈ യഥാർത്ഥമായ സുന്നത്തിലേക്കും ആദർശത്തിലേക്കും വന്നപ്പോൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ സഹോദരങ്ങളെ ഇത് സഹിക്കാത്തവർ എന്തൊക്കെയാണ് പറഞ്ഞത്. കുറ്റപ്പെടുത്താൻ ഞാൻ പറയാം. ആളുകൾ പറഞ്ഞത് ഉലുവാണെന്ന് പറഞ്ഞു നോക്കിയത്. മതം തീവ്രതയിലേക്ക് പോകാണ്. ചെറുപ്പക്കാരൊക്കെ അതിരുകവിയാണ്. ഇസ്ലാമിന്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഒരു ചെറിയ ബുദ്ധി വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരൻ. 23 കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചതുപോലെ, റസൂൽ ചെയ്തതുപോലെയൊക്കെ ഞാൻ ചെയ്യുമെന്ന് നിങ്ങളുടെ ചെറുപ്പക്കാരനായ ഒരു മകൻ തീരുമാനിച്ചാൽ അത് മതത്തിൽ അതിര് കവിഞ്ഞു പോയി നിങ്ങളെ മകനോട് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണിച്ചു തരാണ് ഓരോന്നിനും. റസൂൽ എങ്ങനെയാണ് വസ്ത്രം ധരിച്ച്, റസൂൽ എങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, പിന്നെ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവാചകനിൽ ഉത്തമ മാതൃകയുണ്ട്. വഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല വഴി കാണിക്കുന്നവൻ, ഏറ്റവും നല്ല മാർഗം കാണിക്കുന്നവൻ, ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് പറഞ്ഞ സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരാള് അയാള് അതിര് കവിഞ്ഞു എന്ന് പറയാൻ പറ്റും. എന്നാ അതിര് കവിഞ്ഞത് എന്താന്ന് ഞാൻ പറഞ്ഞത് ഖുർആനിലെ ആയത്തുണ്ട്. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനിക്കും. പിന്നെ വേദക്കാരെ, നിങ്ങൾ നിങ്ങളെ ദീനിൽ ഒലുവ് കാണിക്കരുത്. ഖുർആൻ ആയത്ത്. എന്നിട്ടാ അമാനി പോലെ തഫ്സീർ നോക്കിയാൽ മതി. ഖുർആൻ പരിഭാഷ എന്താ ഒലുവ്? സഹോദരങ്ങളെ, അള്ളാഹിനെ കുറിച്ച് മാത്രം ഈസാ നബി പഠിപ്പിച്ചത്. ഈസാ നബി അലൈഹി ഇസ്ലാം പോയപ്പോൾ ദൈവവിശ്വാസത്തിൽ ഒലുവ് വന്നു. എന്ത്? 3 ദൈവങ്ങളാണ്. യേശു ക്രിസ്തു, ഈസാ നബിയും ദൈവം, കന്യാമറിയവും ദൈവം, പരിശുദ്ധാത്മാവും ദൈവം, എല്ലാവരും ദൈവം. അതാ ഒലുവ്. ഒരു പടച്ചോനെ നിശ്ചയിച്ചു, ഒരു 3 പടച്ചോന്മാരുണ്ടാക്കി. മനസ്സിലായി? ഈസാ നബി പ്രവാചകനാന്നാ പറഞ്ഞു കൊടുത്തു. ഒരു ഈസാ നബിനെ ദൈവമാക്കി. അതിനാണ് അതിര് കവിയാതാണ്. ഇനി അതിര് കഴിഞ്ഞതിന് ഹദീസെന്ന് ഉദാഹരണമാണ് സഹോദരൻ പറഞ്ഞത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ, പ്രസംഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു വെച്ചാൽ, ഒരാളിങ്ങനെ വെയിലത്ത് നിൽക്കുന്നുണ്ട്. പൊരി വെയിലത്ത് നിൽക്കുക. അപ്പൊ എന്താ പോന അവിടെ? അത് അബൂ ഇസ്രായേലാണ്. ബുഖാരിന്റെ ഹദീസാണ്. അബൂ ഇസ്രായേൽ. എന്തേ അബൂ ഇസ്രായേൽ അവിടെ വെയിലത്ത് നിൽക്കുന്നത്? അപ്പോ നേർച്ചയാണ് എന്ത്? വെയിലത്ത് നിൽക്കും, തണലത്തേക്ക് മാറൂല, ഇരിക്കൂല, വൈകുന്നേരം വരെ നോമ്പാണ്. ഇതൊക്കെ മൂപ്പരെ നേർച്ചയാണ്. തണലത്തേക്ക് നിൽക്കൂല. ആര് പിടിച്ചു നിർത്തിയാലും തണലത്തേക്ക് നിൽക്കൂല. ഇരിക്കൂല. മൂപ്പര് തീരുമാനിച്ചിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, അവരുടെ തണലത്തേക്ക് നിൽക്കാൻ പറയും, ഇരിക്കാൻ പറയും. വൽയുത്തിമ്മ സൗമഹു. നോമ്പ് വേണമെങ്കിൽ മുഴുവനാക്കിക്കോടെ. കാരണം നോമ്പ് എന്നുള്ള ഇസ്ലാമിലുണ്ട്, വെയിലത്ത് നിൽക്കാനുള്ള നേർച്ച ഇസ്ലാമിലില്ല. അതാ ഒരു അതിന് കൂലിയില്ല സഹോദരൻ. ഇനി പറയണം നിങ്ങൾക്ക്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്ക് ചെന്ന് നോക്കുമ്പോൾ 2 തൂണുമൊക്കെ ഒരു കയറ് ഇങ്ങനെ കെട്ടിക്കും. ബുഖാരിന്റെ ഹദീസ്. 2 തൂണുമൊക്കെ കയറ്. അപ്പൊ കയറിങ്ങനെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, എന്താ ഈ കയറ്? അപ്പൊ സഹാബത്ത് പറഞ്ഞു, ഇത് സൈനബന്റെ കയറാണ്. സൈനബന്റെ കയറോ? എന്താ സൈനബന്റെ കയറ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ സൈനബിൻ റളിയല്ലാഹു അൻഹ കയർ. അപ്പൊ പറഞ്ഞത് ഒന്നല്ലാതെ നിസ്കരിക്കുമ്പോ മുഷിപ്പ് വരുമ്പോ എന്ത് ചെയ്യുന്നറിയോ? ഒന്ന് പിടിച്ചു നിൽക്കാനേ. നിസ്കാരത്തിൽ കുഴങ്ങുമ്പോ പിടിച്ചു നിൽക്കാനൊരു കാര്യം. റസൂലുള്ളാഹി പറഞ്ഞു, അതിന് കയറുവാണ്. വിഷമം വരുമ്പോ പിന്നെ കുഴക്കം വരുമ്പോ എന്ത് ചെയ്താൽ മതി? പോയി കടന്നുറങ്ങുക. ഉന്മേഷമല്ലപ്പോ നിസ്കരിക്കുക. സഹോദരങ്ങളെ, അതാകുന്നു. നിങ്ങൾ ഒരു പേടിയും പേടിക്കാൻ. അള്ളാഹുവിന്റെ റസൂലിന് സഹീഹായി വന്നൊരു ഹദീസ് പ്രകാരം സഹോദരങ്ങളെ ജീവിക്കുന്നത് ഒരിക്കലും മതത്തിന് അപ്രദമാവില്ല. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂല് 3 ആൾക്കാർ വന്ന് വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഇബാദത്തൊക്കെ ചോദിച്ചു വന്നു. തക്കാലൂക ഓൽക്ക് തോന്നിയത് കുറച്ചാണ്. അപ്പൊ 3 ആളും പറഞ്ഞു, മുൻപാപം, കഴിഞ്ഞ പാപം, വരാൻ പോണ പാപമൊക്കെ പുറത്ത് റസൂലുള്ളാഹിക്ക് അത്ര മതി, പക്ഷെ ഞമ്മക്ക് അത്ര പോരാന്നാണ്. ഒരാൾ തീരുമാനിച്ചെന്താ, ഇനി കല്യാണം കഴിക്കൂല, കല്യാണം കഴിച്ചാൽ ഇബാദത്ത് നേരെ നടക്കൂല. ഒരാൾ പറഞ്ഞു, ഇനി ഒരു പകലുണ്ടെങ്കിൽ അന്ന് നോമ്പ് ഇരിക്കാറുണ്ട്, ഇനി ഒരു രാത്രി ഉണ്ടെങ്കിൽ അത് നിസ്കാരം ഇരിക്കാറുണ്ട്. എന്ത് റസൂലുള്ളാഹി പറഞ്ഞു സഹോദരങ്ങളെ? നിസ്കരിച്ചു വന്ന രാത്രി മുഴുവൻ അല്ല. വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. എന്റെ ചര്യ മറികടന്നാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. റസൂലുള്ളാഹി പറഞ്ഞു, രാത്രി മുഴുവൻ നിസ്കരിക്കണ്ട, നിസ്കരിക്കുക, കുറച്ചു നേരം ഉറങ്ങുക, പകലെന്നും നോമ്പ് വേണ്ട, എനിക്ക് നോമ്പുണ്ടാവും, നോമ്പില്ലാത്ത സഹോദരങ്ങളെ. അള്ളാന്റെ റസൂല് കാണിച്ചൊരു കാര്യം, ഒരാൾ നെര്യാണിക്ക് മേലെ കുറച്ച് തുണി പൊന്തിച്ചെടുത്താൽ സഹോദരങ്ങളെ അത് മതത്തിൽ അതിര് കവിയല. ഒരാൾ താടി ഒന്ന് സമൃദ്ധമായി വിടാൻ അനുവദിച്ചാൽ അത് മതത്തിൽ അതിര് കവിയല സഹോദരങ്ങളെ. സുബൈക്ക് ഒരാൾ ടോർച്ചൊക്കെ എടുത്ത് പള്ളിക്ക് പോയാൽ അത് മതത്തിൽ അതിര് കവിയല. രാത്രി ഒരാൾ ഒരു അരമണിക്കൂർ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചാൽ അത് അതിര് കവിയല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ ദീനിനെ പിൻപറ്റി. ഞാനിത് പറഞ്ഞാൽ എന്തായാലും സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും കേട്ടപ്പോഴേ ആളുകൾക്ക് തെറ്റിൽ ഏറ്റവും ചെറുതും അറിയണം.
നന്മയിൽ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും അറിയണം. എന്തിനെന്നറിയോ? അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂത്ത്. ഈ നോക്കി നിൽക്കുന്ന ജനങ്ങളും അഭിനന്ദിക്കുന്ന ആളുകളും അംഗീകരിക്കുന്ന ആളുകളും ആരുമുണ്ടാവില്ല സഹോദരങ്ങളെ. അൽ ഖാരിഅതു മൽ ഖാരിഅ, മുട്ടിയലക്കുന്ന ശബ്ദം. എന്താണ് മുട്ടിയലക്കുന്ന ശബ്ദം? യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂത്ത്, ചിന്നിച്ചെറിയ പാറ്റ പോലെ ജനങ്ങളായിത്തീരുന്ന ദിവസം. കബറിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് പാറ്റ പൊടിയുന്ന പോലെ ജനസഹസ്രങ്ങൾ ഒന്നിച്ചൊന്നിച്ച് കൂട്ടം കെട്ടി ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ് വരുമ്പോൾ ഫഅമ്മാമൻ സകുലത് മവാസീനുഹു, ജീവിതത്തിൽ കിട്ടുന്ന നല്ല അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി കഴിയുന്നത്ര നന്മകളെ കൊണ്ട് തന്റെ തുലാസ് കനം തൂങ്ങിക്കൊണ്ട് നാളെ വിചാരണ നാളിൽ വന്നാൽ ഫഹുവ ഫീ ഈശത്തിർ റാദിയ, അവന്റെ സംതൃപ്തകരമായ ജീവിതം ഉണ്ടാവും. എന്നാലോ ഫഅമ്മാമൻ ഖഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ, തുലാസ് കനം തുറന്നാൽ അതും ഇതും ഒക്കെ പറഞ്ഞ് സഹോദരങ്ങളെ പറഞ്ഞു പോയിട്ട് തുലാസ് കനം കുറഞ്ഞാലേ നരകത്ത് കടക്കും. അതുകൊണ്ടേ തുലാസ് കനണ്ടാകാനാ സഹോദരങ്ങൾ, ആരും തോൽപ്പിക്കാനല്ല, ആരെയും പരാജയപ്പെടുത്താൻ. നമ്മുടെ സഹോദരന്മാർ നമ്മളെ വിളിച്ചപ്പോൾ വേദന തോന്നി. കുറച്ച് ഹദീസുകൾ ആളുകൾക്ക് മാനമര്യാദക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ വിളിച്ചത് നവയാഥാസ്ഥികത. ഇത് യാഥാസ്ഥികത സഹോദരങ്ങളെ, യാഥാസ്ഥികത ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനും എൻ്റെ ഭാര്യയും ഒരു മരിച്ച വീട്ടിൽ പോയി വരികയാണ്. മരിച്ച വീട്ടിൽ പോയി വന്നതിന് ശേഷം എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അവിടെ കണ്ട കാഴ്ച എന്താ, ഒരു ചെറുപ്പക്കാരൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരിച്ചിരിക്കുകയാണ്. ബ്ലഡ് ക്യാൻസർ ആയിട്ട് ഒരാൾ മരിച്ചിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ, 38 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോ എന്താ ചെയ്തത് നിങ്ങൾ? ഇവന് കഫം പുടവ് വാങ്ങിക്കൊടുന്ന കൂടത്തിൽ വെള്ള മാക്സി, വെള്ള വിരിപ്പ്, എന്നിട്ട് മയ്യത്തന്റെ ഇറക്കിയപ്പോ എന്ത് ചോദിച്ചാൽ ഒരു 5-8 സ്ത്രീകൾ കൂടിയിട്ട് ഈ സ്ത്രീനെ ബാത്റൂമിൽ കയറ്റിയിട്ട് കുളിപ്പിച്ചു. സാധാരണ എന്നും കുളിക്കുന്ന ആ പെണ്ണിനെ എന്ത് ചെയ്തു? ബാത്റൂമിൽ കയറ്റിയിട്ട് പെണ്ണുങ്ങൾ കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ആ മാക്സ് ഇട്ടു, വസ്ത്രമൊക്കെ അയച്ചിട്ട് മാക്സ് ഇട്ടു കൊടുത്തു, വെള്ള മാക്സ്. സഹോദരങ്ങളെ, ഇതാണ് റൂമ് കയറ്റി. അതിശയോക്തി ഇല്ല കേട്ടോ, അതിശയോക്തി ഇല്ല, സത്യം പറയണത്. എന്ത് ചെയ്തു വെച്ചാൽ റൂമിന്റെ ജനവാതിലുകൾ അടച്ചു, ദ്വാരങ്ങൾ അടച്ചു, ഒക്കെ അടച്ചു. പിറ്റേന്ന് വീണ്ടും എൻ്റെ ഭാര്യ ചെന്നു, തൊട്ട അയലോക്കത്താണ്. അപ്പൊ ചോദിക്കുന്നു സമയം എത്രയായി? സഹോദരങ്ങൾ, രാത്രിയും പകലും തിരിച്ചറിയാത്ത അവസ്ഥ. ഖുർആനിലുണ്ടല്ലോ 4 മാസവും 10 ദിവസമായത്. അതിങ്ങനെ സഹോദരങ്ങളെ, അതിങ്ങനെ ഒരു പെണ്ണ് വെള്ള മാക്സ് ധരിക്കണം എന്നുണ്ടോ അതിൽ? അതാ യാഥാസ്ഥികത്വം. റസൂലുള്ള വന്ന കാലത്ത് ആർത്തവുണ്ടായാലുള്ള പ്രശ്നം അങ്ങനെയാണ്. ഭർത്താവ് ഭരിച്ചാൽ അങ്ങനെയൊന്നും സഹോദരങ്ങൾ, ആട്ടും കൂട് പോലെ ഒരു കൂട് കെട്ടിക്കൊടുക്കും മുറ്റത്ത്. ആ അന്ധവിശ്വാസങ്ങൾ ജനങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാൻ എന്താ മാർഗം? ഇസ്ലാമിൽ ഉള്ളത് പറഞ്ഞു കൊടുക്കുക, ഉള്ളത് പറഞ്ഞു കൊടുക്കുക. ഉള്ളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ സഹോദരങ്ങളെ ആ സ്ഥാനത്ത് ഇല്ലാത്തത് വരും. അത്രേ പറഞ്ഞു വേണം, അത്രേ പറഞ്ഞു വേണം സഹോദരങ്ങളെ. മരുന്ന് കൊണ്ടും കാര്യം കൊണ്ടും ചികിത്സിച്ചിട്ട് ഭേദം കിട്ടുന്നില്ലെങ്കിലോ, ഈ ഭേദം കിട്ടിയാലും കുറച്ച് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുണ്ട്, അത് ചെല്ലിക്കോളി എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്താ ഉണ്ടാകുക? അതിന് വേറെ പരിഹാരം. ഇസ്ലാമിൽ എന്തു കാര്യവും അങ്ങനെയാണ്. ഹമാനിമോലിന്റെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം, അതിന്റെ അവസാനം ഒന്ന് വായിച്ചാൽ മതി, ശരിക്കും കാണാൻ പറ്റും. അതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വീട്ടിൽ നടന്നൊരു സംഭവം പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വീട്ടിൽ ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീ കട്ടിലോട്ടിൽ ഒളിച്ച് നിൽക്കണേ. എന്താ കാര്യം ചോദിച്ചപ്പോ എന്താ, അവിടെ മന്ത്രിച്ചൂതാൻ വന്നതാ സഹോദരങ്ങൾ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ആവശ്യം എന്താ? അബ്ദുള്ളന്റെ വീട്ടിൽ ഇതിന്റെ ആവശ്യമെന്ത്? ഈ ശിർക്കിന് എന്തു സ്ഥാനം ചോദിച്ചു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഫാത്തിമ പറഞ്ഞു, ഭാര്യ പറഞ്ഞു, അതെ കണ്ണിന്ന് ഇങ്ങനെ ഒരു വെള്ളം വരിക. അപ്പൊ എന്താ, ഈ ജൂതത്തിപ്പെണ്ണ് വന്നൊന്ന് മന്ത്രി ചൂതിയാണ് മാറും. അപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് അതിന് അതല്ല ചെയ്യാ. ഇനി എന്താ ചെയ്യാ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സകമൻ വലാ അലമാ. ഇത് ചൊല്ലിയാൽ മതി, ഒരു പണിക്കരും ഇവിടെ വരേണ്ടതില്ല, ഒരു തങ്ങളും ഇവിടെ വരേണ്ടതില്ല, ഒരു ജൂതനും ഇവിടെ വരേണ്ടതില്ല. ഫാത്തിമ, നിനക്ക് അങ്ങനെ തോന്നിയാൽ നീ ചൊല്ലിക്കോ, അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുവേ ജനങ്ങളുടെ രക്ഷിതാവേ, അദ്ഹിബിൽ ബഅസ, വന്നു ചേർന്ന ബുദ്ധിമുട്ടിനെ നീക്കി തരണം, ഇശ്ഫീ, സുഖപ്പെടുത്തി തരണേ, അൻത ശാഫി, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, ലാ ശിഫാ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ല മറ്റു ശമനമില്ല.
നവയാഥാസ്തികരെന്ന് വിളിച്ച സഹോദരങ്ങളെ, സ്നേഹത്തോടെ പറയാം, ഹദീസിലുള്ളത് പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, ദീനിലുള്ളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആ സ്ഥാനത്ത് അന്ധവിശ്വാസങ്ങൾ വരും, ദുരാചാരങ്ങൾ വരും, ശിർക്ക് വരും, ബിദ്അത്തുകൾ വരും. നമ്മുടെ പൂർവ്വ പണ്ഡിതന്മാർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങളെ, മരണ ദിവസത്തിലെ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ മരണ വീട്ടിൽ ചെല്ലേണ്ട ആചാരങ്ങളെ പറഞ്ഞു കൊടുത്തു. ശിർക്കിന്റെ മാർഗങ്ങളെ വഴികൾ അടച്ചപ്പോൾ തൗഹീദിന്റെ പരിഹാരങ്ങളെ പറഞ്ഞു കൊടുത്തു. ബിദ്അത്തിന്റെ നിസ്കാരങ്ങളെ നിരാകരിച്ചപ്പോൾ സുന്നത്തിന്റെ നമസ്കാരങ്ങളെ പഠിപ്പിച്ചു കൊടുത്തു. എവിടെയെല്ലാം ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മറച്ചു വെക്കുന്നുവോ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കാതിരിക്കുന്നുവോ, അവിടെ സഹോദരങ്ങളെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തിരിച്ചു വരും. സംശയിക്കണം. ഇത്രേ ഉള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിനെയും പരലോകത്തെയും സ്വർഗവും നരകവും ബോധ്യപ്പെട്ടാലേ ജനങ്ങൾ മാറും. സഹോദരങ്ങളെ, ആ മാറ്റമാണ് ഈ സദസ്സ്, ആ മാറ്റമാണ് ഈ പള്ളി, ആ മാറ്റമാണ് നമ്മുടെ ഓരോ വിജ്ഞാനവേദികളിലും പരിപാടികളിലും വരുന്ന ജനസഹസ്രങ്ങൾ. പള്ളികൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തേ? 12:45 നമ്മളെ പള്ളിക്ക് ജുമ, 12:45 വരാത്ത ഒരു സീറ്റില്ല സഹോദരങ്ങൾ. എന്ത് കേൾക്കാനാണ് ഈ വരുന്നത്? എവിടെയാ സഹോദരങ്ങളെ അങ്ങനെ ആൾക്കാർ വരിക? വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകൾക്ക് പോലും ലക്ഷക്കണക്കിന് രൂപന്റെ പരസ്യം കൊടുത്തിട്ട് ആള് വരുന്നില്ല. യാതൊരു കൊട്ടും കുരവിയും സംഗീതവും മ്യൂസിക്കും ക്യാമറയും ഒന്നുമില്ലാത്ത, ചോറും ചായ ഒന്നുമില്ലാത്ത ഈ പള്ളികൾക്ക് 12:45 വന്ന് നിൽക്കുന്ന, ഹൗലുങ്കരയിൽ തിരക്ക് കൂട്ടിയിരുന്ന ചെറുപ്പക്കാരൻ 12:45 വന്ന് ഓതുകൊടുത്ത് സുന്നത്തസ്കരിച്ച് കാത്തിരിക്കുന്നത് എന്താണ്? എന്താ കാത്തിരിക്കുന്നത് സഹോദരങ്ങളെ? ദീൻ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മള് പറഞ്ഞു കൊടുക്കണ്ടേ? യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇലത്തും മിൻ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഖദ് ജാഅതുകും, നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു, മൗഇലത്തും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള സതുപദേശം ഇതാ വന്നിരിക്കുന്നു, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, മനസ്സിലുള്ള എല്ലാ വിഷമങ്ങൾക്കും വേദനകൾക്കും സംശയങ്ങൾക്കും പരിഹാരമാണ് ഈ ഖുർആൻ. കുൽ ബിഫളില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ ഔദാര്യമാണ് ഖുർആൻ, അല്ലാഹുവിന്റെ കാരുണ്യമാണ് ഖുർആൻ. ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതിനാൽ ഖുർആനിനാൽ അവർ സന്തോഷിച്ചു കൊള്ളട്ടെ, അവർ ഒരുമിച്ച് കൂട്ടുന്ന എല്ലാറ്റിനേക്കാളും ഉന്നതമാണ് ഈ ഖുർആൻ. ഞാൻ ഇങ്ങനെ നോക്കലുണ്ട്, മേലത്തെ ഫ്ലോറിൽ നിന്ന് കോണി ഇങ്ങനെ ഇറങ്ങി വരുന്നത് സഹോദരങ്ങളെ ഒക്കെ 40 വയസ്സിന് താഴെ ചെറുപ്പക്കാർ. അതൊക്കെ സഹോദരങ്ങളെ ഒരു മാറ്റം തന്നെയാണ്. സലഫി പ്രസ്ഥാനത്തിന് എന്നും അഭിമാനിക്കാവുന്ന മാറ്റം. കുറച്ച് കാരണന്മാര് മദ്രസത്തെ കുട്ടികളെയും കൊണ്ട് പള്ളി നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സഹോദരങ്ങളെ രക്തം തിളക്കുന്ന ചെറുപ്പക്കാർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് വന്നു. അവർ ദീനി പ്രബോധനത്തിന്റെ സംഘാടകരായി. വലിയ വലിയ പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ സഹോദരങ്ങളെ ദീനിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരുണ്ടായി. അതെന്തിനെ? ബോധ്യപ്പെട്ടിട്ട സഹോദരങ്ങളെ. ആ ബോധ്യപ്പെടുത്ത കൊടുക്കലുകളെ തടുത്തു വെക്കാൻ ആർക്ക് പറ്റും സഹോദരങ്ങളെ? അതിനെ തടുക്കാൻ നിൽക്കുന്നവൻ സഹോദരങ്ങളെ ഈ മഹാപ്രവാഹത്തിൽ ഒലിച്ചു പോകും. സംശയിച്ചു നിൽക്കണ്ട. ഈ ദീനിന് അള്ളാഹു തന്ന ഒരു ഉറപ്പുണ്ട്. എന്താ നിങ്ങൾ? ലാ തസാലു തായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, സത്യത്തിന്റെ പേരിൽ അവർ നിലകൊള്ളുന്നു. മനസ്സിലായി? കഴിഞ്ഞ ദിവസം എന്നെ പരിപാടിയെ കുറിച്ച് ഒരാള് ഈ പരിപാടിക്ക് വരണ്ട, അപ്പൊ അയാൾക്ക് എന്തോ ഒരു തെറ്റിദ്ധാരണ സഹോദരൻ. ആ തെറ്റിദ്ധാരണ എന്താ? ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. അവർ എത്രയോ മാസങ്ങളായി കാത്തിരുന്ന് വാങ്ങിയ ഒരു ഡേറ്റ്. ആ പ്രഭാഷണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും വേണ്ട സഹോദരങ്ങളെ. ഈ പ്രഭാഷണത്തിന് നിങ്ങൾ എന്നോട് വരണ്ട എന്ന് പറഞ്ഞാൽ എനിക്കാ നഷ്ടം സഹോദരങ്ങളെ. എനിക്കെന്തു നഷ്ടം? ഞാൻ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ കുട്ടികളൊപ്പം ഇരിക്കും. അതിലൊരു അനീതിന്റെ നിനക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇന്നലെ മിഞ്ഞാന്നൊക്കെ പ്രസംഗിച്ച് ഞാൻ എന്നെ വിളിച്ച അയ്യൂബാക്കാണ്ട് പറഞ്ഞു, നാളെയും മറ്റന്നാളും പൊതുവരെ ഇന്ന് എനിക്ക് പറ്റൂല, എന്നെ നിർബന്ധിച്ചു. എനിക്ക് അബന്ധം അത്രയും വലുതാണ്. തിരുവരങ്ങാടി അതുകൊണ്ട് വന്നു. സഹോദരങ്ങളെ, ഈ ആളുകളൊക്കെ എന്റെ പ്രസംഗം കേട്ട് അതിൽ ഹരം കൊള്ളാൻ വന്നതാണോ സഹോദരൻ? വന്നതാണോ? അതോ നിങ്ങളിൽ നിന്നൊരു കനത്ത ടീയെ വാങ്ങി തിരിച്ചു പോകാനോ? അതിന് വന്നതാണ് സഹോദരങ്ങളെ. ഈ വാക്കുകൾ നെഞ്ചിലേറ്റുന്ന ആയിരക്കണക്കിന് ആളുകൾ. അതെങ്ങനെ മനസ്സിലാകാറുണ്ട്? പ്രസംഗം കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും ഫോൺ നമ്പർ. എന്തിനാരും? അടുത്ത പരിപാടിക്ക് വിളിക്കാനല്ല, അവന്റെ ഹൃദയത്തിൽ വന്ന കുറ്റബോധത്തിന്റെ പരിഹാരം തേടാൻ. സഹോദരങ്ങളെ, മാറ്റങ്ങൾ അത്ഭുതകരമായി നടക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാൻ പറ്റും. അതുകൊണ്ട് സഹോദര, നമുക്ക് മുന്നിൽ നടക്കാം, ആവേശകരമായി മുന്നിൽ നടക്കാം. ഇസ്ലാമിന്റെ മുഴുവൻ മതപരമായ കാര്യങ്ങളെയും എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമോ അങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം.
ആളുകൾക്ക് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും യാഥാർത്ഥ്യബോധം ഖുർആനാകുന്ന ഈ അത്ഭുതകരമായ ഗ്രന്ഥത്തിന്റെ ഛായയിൽ പകർത്തി കൊടുക്കാൻ പറ്റും. ഞങ്ങളിപ്പോ സമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ പെരിന്തൽമണ്ണയിൽ ചെയ്ത അതാണ് സഹോദരൻ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ചെമ്മാട് നടന്ന എക്സിബിഷൻ. അതിന്റെ അടുത്തൊരു പതിപ്പ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ്. മഹാത്ഭുതം ഖുർആൻ എന്ന ഞങ്ങളെ ഇൻസൈറ്റ് എക്സിബിഷന്റെ പേര്. മഹാത്ഭുതം ഖുർആൻ, വെറുതെ എണ്ണിങ് കൊടുത്തല്ല, ഖുർആനിന്റെ അത്ഭുത കാഴ്ചകളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരുങ്ങിക്കാൻ 10 ലക്ഷം രൂപ ചെലവാക്കിയില്ല. ഞങ്ങൾ ഇറക്കിയ ഒരു പുസ്തകം ഉണ്ട്, 2 രൂപ, ജീവിതം എന്തിനു വേണ്ടി. അതൊന്ന് വെറുതെ കിട്ടുകയാണെങ്കിൽ നെറ്റിലൊക്കെ കിട്ടും, അത് വായിച്ചാൽ മതി. ഒരു വ്യക്തിയെ ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് വരുത്താൻ ആ ഒരു പുസ്തകം മാത്രം മതി. സഹോദരങ്ങളെ, ആദർശവും ആശയവും നമ്മളിരുത്താണ്. ജനങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പടച്ചോൻ തന്ന ദീൻ, അതിലൊരു കലർപ്പില്ലാതെ അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ ദീനിന്റെ തീപ്പന്തം നമ്മുടെ കയ്യിലാണ്. അത് വീട്ടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരിക്കാനുള്ള സഹോദരങ്ങളെ, ആ സത്യത്തിന്റെ ശബ്ദവുമായി നാം ജനങ്ങളിലേക്ക് ഇറങ്ങണം. അതാണ് നമ്മുടെ സമ്മേളനം. ആ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ഈ സത്യം ആളുകൾക്ക് എത്തിച്ചില്ലെങ്കിൽ സഹോദരൻ, സമ്മേളനത്തോട് നമ്മൾ നീതി പുലർത്തിയില്ലെന്ന് വരും. സമ്മേളന തലേന്ന് വരെയുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും സമ്മേളനം എന്നാണ് നമ്മുടെ നേതാക്കന്മാർ പറയാൻ. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്കും കൂടി പറയാനുള്ളത് അത് യാഥാർത്ഥ്യം. കഴുതയുടെ എല്ലുകൾ കൂടി വന്ന് ദേഹത്ത് മാംസം പൊതിഞ്ഞ പോലെ സഹോദരങ്ങളെ, ഈ നെഞ്ചിന്റെയും കാൽത്തുടയുടെയും കാലിന്റെയും എല്ലുകൾ ഖബറിൽ നിന്നും യോജിച്ചു നിൽക്കും. അതിനെ മാംസം പൊതിയും. ഞാനും നിങ്ങളും കണ്ണ് തുറിച്ച് നാളെ ഖിയാമത്ത് നാളിൽ എഴുന്നേറ്റ്. സത്യം സത്യം മിസ്ലമാ അന്നക്കും തൻതിഖൂൻ, എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നതൊരു സത്യമാണെങ്കിൽ അതുപോലെ സത്യം. സഹോദരങ്ങളെ, ഒറ്റക്ക് പോകണം കേട്ടോ, ഒറ്റക്ക് പോകണം. അസത്യത്തിന് കൂട്ടുനിൽക്കുന്ന സഹോദരങ്ങളെ, ഒരിക്കലും തിന്മയുടെ പ്രചാരകരാകരുത്, ഒരിക്കലും വാപ്പകാരണവന്മാരാവരുത് നമ്മുടെ സഹോദരങ്ങളെ. നാം പലപ്പോഴും പറഞ്ഞാൽ തെറ്റില്ലെന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ തെളിവ്. നമ്മുടെ തെളിവ് ഖുർആനും സുന്നത്തും സലഫു സാലിഹുകളുടെ മാർഗ്ഗം. അതനുസരിച്ച് സത്യമാണെന്ന് വിചാരിച്ച ഒരു കാര്യം അംഗീകരിക്കുക, പ്രബോധനം ചെയ്യുക. യഥാർത്ഥമായ ഇസ്ലാമിന്റെ ശരിയായ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും പരലോകത്തെ ആ സുന്ദരമായ സംതൃപ്തിയുടെ ലോകമായ സ്വർഗം കൊണ്ട് വിജയം നേടാനും നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം രക്ഷിതാവേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എല്ലാ നന്മയുടെ പ്രഭാഷണങ്ങളുടെയും ഗുണഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നാളെ പരലോകത്ത് പ്രയോജനപ്പെടുന്ന പ്രവർത്തനങ്ങളായി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ നാഥ. കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം രക്ഷിതാവേ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. ഈ സത്യമായ പ്രബോധനത്തെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ നീ വിജയിപ്പിക്കണമേ നാഥ. സത്യസന്ധമല്ലാതെ ഈ പ്രബോധനത്തെ തടസ്സപ്പെടുന്ന എല്ലാ തടസ്സങ്ങളെയും ഞങ്ങൾക്ക് നീക്കിത്തരണമേ കരുണാമയനായ നാഥ. اللهم اغفر للمؤمنين والمؤمنات ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.